ഞാനും നിങ്ങളും ഒരു സദസ്സിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ആ സദസ്സിലുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നീ നോമ്പുകാരനായ പ്രവാചകനെ പഠിപ്പിച്ചതെന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും വിഭവസമൃദ്ധമായ ഭക്ഷണമല്ലെങ്കിൽ പോലും അവരുടെ അന്നം അവരുടെ പള്ള നിറയ്ക്കാനുള്ള ഭക്ഷണം നിർത്തി വെച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈത്തപ്പഴമാകാ, റൊട്ടിയാകാ, ചിലപ്പോൾ ആട്ടിറച്ചിയാകാ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സഹാബത്തും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ വീട്ടിനകത്തോട്ട് കടന്നു ചെല്ലുമ്പോ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിങ്കൾ ദിവസം നോമ്പ് പിടിക്കുന്ന ഉമ്മ, വേഴ ദിവസത്തിൽ നോമ്പ് പിടിക്കുന്ന ഉമ്മ, ഒരു തിങ്കളും വീടനും വിടാതെ നോമ്പ് പിടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ഇന്ന് ഇബാദത്തിന്റെ വിഷയത്തിൽ ഈ സമുദായം പിന്നിലല്ല. നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാനും നമസ്കാരം നിർവഹിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ നോമ്പ് പിടിക്കാനും ഹജ്ജിന് പോകാനും ഉംറ നിർവഹിക്കാനും അല്ലാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാനും ഈ സമുദായം ഇന്ന് ആവേശത്തോടെ മുന്നിലോട്ട് കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇന്ന് ചെറുപ്പക്കാരുടെ മൊബൈലുകളിൽ നിന്ന് മോശമായ ചിത്രങ്ങൾ മാറിയിരിക്കുകയാണ്. അവരുടെ മൊബൈലുകളിൽ നിന്ന് മോശപ്പെട്ട വീഡിയോകൾ മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനുമായി ബന്ധമുള്ള ചെറുപ്പക്കാരെ കടന്നു വരികയാ. ഇന്ന് പെൺകുട്ടികൾക്ക് ദീനുണ്ട്, അൽഹംദുലില്ലാഹ്. പിതാക്കന്മാർക്ക് ദീനുണ്ട്. പള്ളികൾ എത്ര വെച്ചാലും പള്ളികളിൽ യാതൊരു നമസ്കാരത്തിന് ആളുകൾക്ക് കുറവില്ല. ഒരു പള്ളിയിലെ ബാങ്ക് കേട്ട് തീരുന്നതിനും അടുത്ത പള്ളിയിലെ ബാങ്ക് കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനോഹരമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്നുള്ള ബാങ്ക് നാദം മുഴങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ ഒരിക്കൽ പോലും ഇബാദത്തിന്റെ വിഷയത്തിൽ ആളുകൾ പിന്നിലല്ല. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പറയുകയാണ്, ഒരു വീട്ടിലോട്ട് നീ കടന്നു ചെല്ലുന്ന സമയത്ത് നീ നോമ്പുകാരനാണ്. ആ നോമ്പുകാരനായിട്ട് നീ മറ്റൊരാളെ വീട്ടിനകത്തോട്ട് കടന്നു ചെല്ലുമ്പോ ആ വീട്ടിലുള്ളവരെല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ സംഭവിച്ചതും മറ്റൊന്നല്ല, പൊന്നാര റസൂലും സഹാബത്തും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കയറി വന്നത്. സ്വർഗ്ഗത്തിന്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ബിലാൽ മഹാനായ പ്രവാചകനെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ബംഗളയിൽ പ്രസംഗിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുഡാനികളിൽ 3 പേര് സ്വർഗ്ഗത്തിന്റെ നേതൃസ്ഥാനത്താണ്. സ്വർഗ്ഗത്തിന്റെ സുന്ദരമായ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന 3 കറുത്ത വർഗ്ഗക്കാരില് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കുകയാ. സഹാബത്ത് അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് സുപ്രയിലാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി വിളിക്കുന്ന ബിലാലെ വന്ന് ഭക്ഷണം കഴിക്ക്. ഓടി വന്ന് സുപ്രയിലൊന്ന് കൂട് ബിലാലെ. സന്തോഷമല്ലേ, റാഹത്തല്ലേ, ബറക്കത്തല്ലേ? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ നബിയേ, ഇന്നി സോയിമു യാ റസൂലല്ലാഹ്, ഞാനെന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചിരിക്കുകയാണ്. എനിക്കും നോമ്പുണ്ട് നബിയേ, ഞാൻ കഴിക്കുന്നില്ല, നോമ്പുകാരനാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വിവരണമായി സന്തോഷത്തിന്റെ കണ്ണുനീർ തുള്ളികൾ ചാലിട്ടെഴുകുകയാണ്. സഹാബത്തിനോട് റസൂലുള്ള പറയുകയാണ്, സഹാബാ നഖുലു അർസാഖനാ വരിസ്ഖു ബിലാലിൻ ഫിൽ ജന്നാ. ഞാനും നിങ്ങളും നമ്മുടെ ഭക്ഷണമാണ് കഴിക്കുന്നത്, നമ്മുടെ ഭാര്യമാരുണ്ടാക്കിയ ഭക്ഷണമാണ് കഴിച്ചത്, നമ്മുടെ അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയ റൊട്ടിയാ ഞാനും നിങ്ങളും കഴിക്കുന്നത്. പക്ഷേ ബിലാലിന്റെ ഭക്ഷണം എവിടെ ചെന്നറിയോ? ബിലാൽ ഈ സുപ്രയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, നോമ്പുകാരനാണ്. പക്ഷേ ബിലാല് ഭക്ഷണം അല്ലാഹു കൊടുക്കുന്ന സ്വർഗ്ഗത്തിൽ നിന്നാണ്. ബിലാല് ഭക്ഷണം കഴിക്കുന്ന സ്വർഗ്ഗത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന സ്വായിമ ഇദാ കാന ഇൻദ ഖൗമിൻ യഅകുലൂൻ. നോമ്പുകാരൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലോട്ട് കടന്നു വന്ന കല്യാണത്തിന് ക്ഷണമുണ്ടായി പോകുന്ന ചെറുപ്പക്കാരാ, ആതിഥേയനായ സഹോദരന് നീ ഭക്ഷണം കഴിക്കാതെ പോകുന്നതിൽ വൈമനസ്യമൊന്നുമില്ല. അവന് നിന്നോട്
വെറുപ്പൊന്നുമില്ലാത്ത പക്ഷത്തില് നീ കടന്നു ചെല്ലുമ്പോ എല്ലാവരും ടൈമേശയിലാണ്, ഡൈനിങ് ടേബിളിലാണ് ഇരിക്കുന്നതെങ്കിൽ നിന്റെ മുമ്പിൽ കൊണ്ടുവച്ച വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടിട്ട് ഇല്ല ഞാനിന്ന് നോമ്പ് പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അല്ലാഹുവേ തലേ ദിവസത്തിന്റെ രാത്രിയിൽ നീയത്തെടുത്തതിന്റെ നോമ്പിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാതോടിരിക്കുമ്പോ പൊന്നുമോനെ റസൂലുള്ള പറയുകയാണ് തുസബ്ബിഹു അളാഉഹു, വിഭവസമൃദ്ധമായ ഭക്ഷണം നിരത്തി വെച്ചിരിക്കുമ്പോൾ നോമ്പുകാരനായി കടന്നു വന്നിട്ട് ആ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കാത്ത സഹോദരാ, നിന്റെ കൈകാലുകൾ നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാ, നിന്റെ കണ്ണും നാവും മൂക്കും നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങള് നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാണ്, നിന്റെ കണ്ണുകളെല്ലാം നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാ, നിന്റെ നാവ് തസ്ബീഹ് ചൊല്ലുകയാ, നിന്റെ കൈകാലുകൾ തസ്ബീഹ് ചൊല്ലുകയാ. എന്നിട്ട് റസൂലുള്ള പറയുന്നു തുസല്ലി അലൈഹിൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാര് നിനക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുകയാ, അവര് നിനക്ക് വേണ്ടി പാപം പൊറുക്കലിനെ ചോദിക്കുകയാണ്. ഏതുവരെയും അറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മാദാമ ഫീ മജ്ലിസിഹി, ആ ഭക്ഷണം ഇരിക്കുന്ന മജ്ലിസിൽ നീ ഇരിക്കുന്നിടത്തോളം നിനക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ പാപം പൊറുക്കലിനെ ചോദിക്കുകയാണ്. നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ, ഓരോ വിരലുകള് നിനക്ക് വേണ്ടിയിട്ട് പാപം പൊറുക്കലിനെ ചോദിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസത്തിൽ മാത്രമല്ല ഈ സമുദായം ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മൾ പഠിക്കാനുള്ള വിഷയങ്ങൾ കുറച്ച് ബാക്കിയുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ അത് തീരെ കുറവാണെന്ന് കരുതണ്ട. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ കൂട്ടത്തിൽ നമസ്കാരത്തിന്റെയും മറ്റുള്ള വിഷയങ്ങൾ അറിയാത്ത വിഭാഗമുണ്ട്. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസരങ്ങൾ അല്ലാഹു ഒരുപാട് തന്നിട്ടുണ്ട്. പണ്ഡിതന്മാർക്ക് കുറവില്ല, സയ്യിദുമാർക്ക് കുറവില്ല, ഒന്നിനും ഒരു കുറവില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ സയ്യിദുമാർക്ക് കുറവില്ല, പണ്ഡിതന്മാർക്ക് കുറവില്ല, സൂഫിയാക്കൾക്ക് കുറവില്ല, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾക്ക് കുറവില്ല. നമുക്ക് എങ്ങും പോകണ്ട, നമുക്ക് ചോദിച്ചു പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അല്ലാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പുകാരനായിട്ടൊരു വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ആ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നീ കടന്നു ചെല്ലുന്നതെങ്കിൽ ആ ആതിഥേയനായ സഹോദരന് നീ നോമ്പ് തുറക്കാതിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വൈമനസ്യമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എങ്കിൽ നീ മുറിക്കണ്ട. അങ്ങനെ മുറിക്കാതിരുന്നാൽ ഓരോ അവയവങ്ങളും നിനക്ക് വേണ്ടി പാപം പൊറുക്കലിനെ ചോദിക്കുകയാണ് ആ സദസ് ഇരിക്കുന്നിടത്തോളം കാലം. മാത്രമല്ല അല്ലാഹുവിന്റെ മാലാഖമാര് നിനക്ക് വേണ്ടി പാപം പൊറുക്കലിനെ ചോദിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകന് പറയുകയാണ്, ഒരു മനുഷ്യന് നേരം വെളുക്കുമ്പോ നോമ്പുകാരനായ എന്റെ മുമ്പിൽ വരുന്ന ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് കരുതി എല്ലാ ദിവസവും നോമ്പ് പിടിക്കണമെന്നല്ല, എല്ലാ ദിവസവും നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് ശരീരത്തെ നിങ്ങളെ ക്ഷയിപ്പിക്കണമെന്നല്ല. എന്തുകൊണ്ടെന്നറിയോ? ആയിഷ ബീവിയുടെ മുമ്പിൽ സഹാബത്ത് കടന്നു വരികയാ. പുണ്യപ്രവാചകനില്ലാത്ത ദിവസം നോക്കിയിട്ട് സഹാബത്തോടി വരികയാണ്. ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ ബീവിയേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇബാദത്ത് എങ്ങനെയാണ്? പുണ്യപ്രവാചകന്റെ ആരാധനയുടെ ക്രമമെന്ന് പറയുമോ? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹിന്റെ ഇബാദത്തിന്റെ വിശദീകരണം കൊടുക്കുമ്പോ ആ സമയത്താണ് കടന്നു വന്ന സഹാബാക്കൾ ഒരു വിഭാഗം പറയുകയാണ്, എന്തോരു മഹാത്മ്യമാ, എന്തോരു മഹത്വമാ, എന്തോരു പവറാ, എന്തോരു പ്രത്യേകതയാ. അല്ലാഹുവിന്റെ റസൂൽ എത്രത്തോളം ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ് പടച്ചവനെ? ഒരാൾ പറഞ്ഞു, ഞാനിനി നോമ്പ് പിടിക്കുന്നു എല്ലാ ദിവസവും. ഒരു ദിവസം പോലും ഞാൻ നോമ്പ് വിടില്ല, എല്ലാ ദിവസവും ഞാൻ നോമ്പുകാരനായിരിക്കും. ഒരൊറ്റ ദിവസം പോലും ഞാൻ നോമ്പ് വിടൂല. മുഴുവൻ ആയുസ് തനിക്ക് തീരുന്നതുവരെ, തന്റെ ആയുസ് ആത്മാവ് ശരീരത്തോട് വിട പറയുന്നതുവരെ തനിക്ക് നോമ്പായിരിക്കുമെന്ന് ഒരു സഹാബി പറഞ്ഞു. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഇനി എന്റെ ഭാര്യമാരുടെ അടുക്കലേ പോകുന്ന പ്രശ്നമില്ല, ആ സമയത്ത് കൂടി ഞാൻ ഇബാദത്ത് എടുക്കാൻ പോവാണ്. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഇനി കിടക്കുന്ന പ്രശ്നമില്ല, ഉറങ്ങുന്ന പ്രശ്നമില്ല, പാതിരാത്രി മുഴുവനും ഞാൻ ഇനി ആരാധനയിലായിരിക്കും. ഇത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹി കടന്നു വരികയാണ്.
നമ്മൾ ഇങ്ങനെ വേണോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്, നമുക്കറിയുമല്ലോ, എന്താണ് ദമ്മാജ് സലഫികൾ. ഞാൻ ആ വിഷയത്തെ പറ്റി പ്രസംഗിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനകൾ ചുട്ടപ്പെടുത്തിയിരിക്കുന്നത് ശരീരത്തിന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ നോക്കി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കടന്നു വന്നിട്ട് പറഞ്ഞു, മാ ബാലു അഖ്വാം, ഇവർക്ക് എന്തു പറ്റി? ചിലര് പറയുന്നു, ഞങ്ങൾ ഇനി ഞങ്ങളുടെ ഭാര്യമാരടുത്തേ പോകുന്ന പ്രശ്നമില്ല, ആ സമയം കൂടെ ഞങ്ങൾ ഖുർആൻ ഓതും. ചിലര് പറയുന്നു, ഞങ്ങൾക്ക് ഇനി എല്ലാ ദിവസവും ഫുൾ ടൈം നോമ്പാണ്, ഞങ്ങൾ നോമ്പ് തുറക്കുന്ന പ്രശ്നമില്ല. ചിലർ പറഞ്ഞു, ഞങ്ങൾ ഇനി ഉറങ്ങുന്ന പ്രശ്നമില്ല. നബി പറഞ്ഞു, ഞാനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നയാള്. ഞാൻ രാത്രി ഉറങ്ങും, ഞാൻ എഴുന്നേറ്റിരുന്ന് ഇബാദത്ത് എടുക്കും, ഞാൻ നോമ്പ് പിടിക്കും, ഇടയ്ക്ക് നോമ്പ് വിടും. എനിക്ക് ഭാര്യമാരുണ്ട്, ഞാൻ ആരാധനകളിൽ കുറവ് വരുത്തുന്നില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ നടുവിൽ നിന്നിട്ടാണ് അവൻ സൂഫിയാകേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് പോയി ഇരുന്നിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ അല്ല ഒരു മനുഷ്യൻ ആരാധനകൾ ചെയ്യേണ്ടത്. ആളുകളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട്, ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ട് പരസ്പരമുള്ള ബാധ്യതകളെ നിറവേറ്റിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് എത്തപ്പെടുക. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആകണം, അല്ലാതെ എല്ലാം വെച്ച് കെട്ടിയിട്ട് ഓടലല്ല. അതുകൊണ്ടാണല്ലോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി തങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഇത് കേൾക്കുമ്പോ എല്ലാ ദിവസവും നോമ്പ് പിടിച്ചേക്കാം, ഞാൻ ഇനി തീരുമാനിച്ചു കഴിഞ്ഞു, മരിക്കുന്നത് വരെ ഞാൻ എല്ലാ ദിവസവും നോമ്പ് പിടിക്കാം. അങ്ങനെ ഒരു തീരുമാനം ആരും എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഒരു സഹാബി ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ മുമ്പിൽ കടന്നു വന്നു. നബി ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു അംറേ, നീ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുകയാണല്ലേ? അതേ നബിയെ. നീ രാത്രി മുഴുവനും നിസ്കാരമാണല്ലേ? അതേ റസൂലെ, ഞാൻ പാതിരാത്രി ഉറങ്ങാറില്ല, ഞാനൊരു ദിവസം പോലും നോമ്പ് ഉപേക്ഷിക്കാറില്ല, ഞാൻ എപ്പോഴും നോമ്പാണ്, രാത്രി എനിക്ക് ഉറക്കമില്ല, ഇബാദത്താണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫലാ തഫഅൽ, നീ അങ്ങനെ ചെയ്യല്ലേ അബ്ദുല്ലാഹി ഇബ്നു അംറേ, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ നോമ്പ് പിടിക്കുക, ഇടയ്ക്കൊക്കെ നോമ്പ് വിടുക, അതുപോലെ കുംവനം നീ ഉറങ്ങുക, നീ എഴുന്നേറ്റ് നമസ്കരിക്കുക, എപ്പോഴും കിടന്നുറങ്ങാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുക, നീ അങ്ങനെ നിസ്കാരത്തോടെ രാത്രി കഴിച്ചു കൂട്ടാൻ പാടില്ല, ഉറങ്ങണം. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, فإن لجسدك عليك حقا وإن لعينك عليك حقا وإن لزوجك عليك حقا وإن لزوجك عليك حقا. റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിന്റെ ശരീരത്തോട് നിനക്കൊരു ബാധ്യതയുണ്ട് മോനെ, നിന്റെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കാനല്ല, നിന്റെ ശരീരത്തോട് നിനക്കൊരു ബാധ്യതയുണ്ട്. അതുപോലെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊരു ബാധ്യത നിനക്കുണ്ട്, നിന്റെ കണ്ണുകളോട് നിനക്കൊരു ബാധ്യതയുണ്ട്, നിന്നെ സന്ദർശിക്കാൻ വരുന്ന വിസിറ്റേഴ്സിനോടൊരു ബാധ്യത നിനക്കുണ്ട്. അതുകൊണ്ട് നീ എന്താണ് വേണ്ടത്? നീ നോമ്പ് പിടിക്കേണ്ടത് 3 ദിവസമാണ്. മാസത്തിൽ 3 ദിവസം നീ നോമ്പ് പിടിച്ചു കഴിഞ്ഞാ, ഒരു മാസത്തിലെ 3 ദിവസം നീ നോമ്പ് പിടിച്ച, ആദരവായ പ്രവാചകന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും ഒരു മാസത്തിൽ 3 നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ, മിൻകുല്ലി ശഹരിന സൗമുദ്ദിഹി കുല്ലിഹി, മാസം മുഴുവനും നോമ്പ് പിടിച്ചതുപോലെയാണ്. 3 ദിവസം, മാസത്തിൽ 3 ദിവസം നോമ്പ് പിടിച്ചാൽ ഒരു മാസം മുഴുവനും നോമ്പ് പിടിച്ചതുപോലെയാണ്. കാരണം എന്താണ്? ഒരു നോമ്പിന്, ഒരു പുണ്യത്തിനുള്ള എത്ര പ്രതിഫലം തരുന്നത്? 10. ഒന്നിന് 10 ആണ് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഒരു നോമ്പ് പിടിച്ചാൽ 10 നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു തരും. അങ്ങനെ 3 നോമ്പ് പിടിക്കുമ്പോഴോ 30 നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു തരുന്നു. അങ്ങനെ വരുമ്പോൾ 3 ദിവസത്തെ നോമ്പ് കൊണ്ട് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ കൂലി അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ, ഇത് പറയുമ്പോ നമ്മുടെ മനസ്സിലും വരും, അല്ലാഹുവേ, നമുക്ക് അങ്ങനെയല്ല, ആരോഗ്യം തന്നനുസരിച്ച് കൂടുതൽ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടല്ലോ. അതിനേക്കാളും കഴിവുള്ളവരുണ്ട്. മാസത്തിൽ 3 നോമ്പല്ല, അധികം പിടിക്കാനുള്ള ആരോഗ്യമുള്ളവരുണ്ടാകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് അതിനേക്കാളും ആരോഗ്യമുണ്ട്, 3 നോമ്പിലാക്കണ്ട, എനിക്ക് അല്പം കൂടെ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്താ വേണ്ടത്? ആ സമയം റസൂലുള്ളാഹി പറയുകയാണ്, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു അംറേ,
സുമ്മ ഫളല സൗമി സൗമ ദാവൂദ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നോമ്പ് നീ ഒന്ന് പിടിക്കുമോ? ദാവൂദ് നബിയുടെ നോമ്പ് നീ ഒന്ന് പിടിക്കുമോ? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നോമ്പ് എങ്ങനെയാണ്? സിയാമു യൗമിൻ വ ഇഫ്താറു യൗം. സിയാമു യൗമിൻ വ ഇഫ്താറു യൗം. ഒരു ദിവസം നോമ്പാണെങ്കിൽ പിറ്റേന്ന് നോമ്പില്ല, മൂന്നിന് നോമ്പാണ്, നാലിന് നോമ്പില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ദാവൂദ് നബിയുടെ നോമ്പ് പിടിച്ചോ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നോമ്പ് പിടിക്കണ്ട. പക്ഷെ സുന്നത്തായ നോമ്പുകൾ പിടിക്കുമ്പോ അവന് പാവപ്പെട്ടവന്റെ വിശപ്പറിയുകയാ, പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വിളിയാളം അറിയുകയാണ്. ഇന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കയറിക്കിടക്കാടമില്ലാതെ ഇന്ന് ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരകളിൽ കിടക്കുന്ന പാവപ്പെട്ട നൂറുകണക്കിന് സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ അല്ലാഹുവേ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലാതെ ഇന്ന് പാവപ്പെട്ടവന് വിഷം മുട്ടിയ വയറുമായിട്ട് തന്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെയുമായി നടക്കുമ്പോ ഓർക്കണേ ചെറുപ്പക്കാരാ, വയറിളച്ച് ഭക്ഷണം കഴിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവന്റെ വിശപ്പറിയില്ല, പാവപ്പെട്ടവന്റെ വയറിന്റെ വെപ്രാളം അവനിക്കറിയില്ല, അവന് പാവപ്പെട്ടവന്റെ വേദനകൾ അറിയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ വെറുതെ ഇബാദത്തുകൾ ചെയ്ത് നിസ്കരിച്ച് നോമ്പ് പിടിച്ചിട്ടങ്ങ് ചെന്നാല് സ്വർഗം തരൂല. ജനങ്ങളോടുള്ള ബാധ്യതകൾ കൂടി നിറവേറ്റുമ്പോഴാണ് പടച്ചോ നമ്മളെ പരിഹരിക്കുന്നത്. അള്ളാഹു നമ്മളെ പരിഹരിക്കുന്നതും പരിഗണിക്കുന്നതും അള്ളാഹു നമ്മളെ സ്വീകരിക്കുന്നതും നമ്മെ സംശുദ്ധീകരിക്കുന്നതും പടപ്പുകളോടുള്ള ബാധ്യതകൾ നിറവേറ്റുമ്പോഴാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, നിനക്ക് അള്ളാഹുവോട് മാത്രമല്ല നിന്റെ ഭാര്യയോട് കടമയുണ്ട്, നിന്നെ കാണാൻ വരുന്നവരോട് കടമയുണ്ട്, നിന്റെ കണ്ണിനോട് കടമയുണ്ട്, നിന്റെ ശരീരത്തോടൊരു ബാധ്യത നിനക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നോമ്പ് ഫുൾ ടൈം നോമ്പ് പിടിച്ചിട്ട് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കണ്ട. മറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അങ്ങേയറ്റം പിടിക്കേണ്ടി വന്നാൽ ഒരു ദിവസം നോമ്പ്, പിറ്റേ ദിവസം നോമ്പ് വിടുക, മൂന്നിന്റെ നോമ്പ് പിടിക്കുക, നാലിന്റെ നോമ്പ് വിടുക. ഏറ്റവും അഫ്ളലായ നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഒരൊറ്റ സഹാബിയും എഴുന്നേറ്റില്ല. കൂട്ടത്തിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്കിന്ന് നോമ്പുണ്ട് നബിയെ, ഞാനിന്ന് നോമ്പുകാരനായി വന്നിരിക്കുന്നു. ചുരുക്കി പറയട്ടെ, രണ്ടാമത് റസൂലുള്ള ചോദിക്കുകയാണ്, ഞാൻ ചുരുക്കി പറയുകയാ, രണ്ടാമത് റസൂലുള്ള പറയുകയാണ്, സഹാബാ ഹൽ അഹദും മിൻകുമുൽ യൗമ ആദ മരീലാ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് രോഗസന്ദർശനം നടത്തിയോ? ആരെങ്കിലും ഇന്ന് രോഗസന്ദർശനം നടത്തിയിട്ടാണോ ഇങ്ങോട്ട് കടന്നു വന്നത്? ചോദിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തിന്റെ അവസാനത്തെ നമസ്കാരമായ ഇശാഇനല്ല, അതിനു മുമ്പുള്ള മഗ്രിബിന്റെതല്ല, സായാഹ്ന നമസ്കാരമായ അസറിന്റെതല്ല, അതല്ലെങ്കിൽ മധ്യാഹ്ന നമസ്കാരമായ ളുഹറിന്റെതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് പ്രഭാത നമസ്കാരത്തിന് ശേഷമാണ്. ഇന്ന് നിങ്ങളിൽ ആരാണ് രോഗസന്ദർശനം നടത്തിയത്? ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് സഹാബത്ത് പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തെ നേരിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എങ്ങനെയാ രോഗസന്ദർശനം നടത്താൻ കഴിയുക? നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ഞങ്ങൾ വന്നല്ലേ ഉള്ളൂ. സുബഹി നിസ്കാരത്തിന്റെ ബാങ്ക് കാങ്കോല ജുമഅത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മുഴങ്ങി കേൾക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എഴുന്നേറ്റുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ചോദിക്കുകയാണ്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങളിൽ ആരാണ് രോഗസന്ദർശനം നടത്തിയതെന്ന് ചോദിച്ചാ, ഇന്ന് നിങ്ങളിൽ ആരാണ് രോഗസന്ദർശനം നടത്തിയിട്ട് കടന്നു വന്നതെന്ന് ചോദിച്ചാ നിങ്ങൾ ചിന്തിക്കും, എന്തേ തങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? സുബഹിന്റെ സമയമാകുമ്പോഴല്ലേ ഉറക്കമെഴുന്നേൽക്കുക, പള്ളിയിലോട്ട് വന്നിട്ടല്ലേ ചോദിക്കേണ്ടത്. ളുഹറിന് ചോദിച്ചാൽ നീതിയാണ്, അസറിന് ചോദിച്ചാൽ ശരിയായ നടപടിയാണ്. പക്ഷെ സുബഹി നിസ്കാരത്തിന് കടന്നു വന്ന സഹാബത്തിനോട് ആദരവായ പ്രവാചകൻ ചോദിക്കുകയാണ്, ഹൽ അഹദും മിൻകുൽ യൗമ ആദ മരീലാ, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും രോഗസന്ദർശനം നടത്തിയിട്ടാണോ വന്നതെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാ. എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, നബിയേ, നബിയേ, അനയാ റസൂലല്ലാഹ്, ഞാൻ ഇന്നൊരു രോഗസന്ദർശനം നടത്തിയിട്ടാണ് വന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സഹോദരൻ രോഗിയായി കിടക്കുകയാണ്. എഴുന്നേക്കാൻ കഴിയാത്ത രീതിയിൽ വീട്ടിൽ കിടക്കുമ്പോ ഞാൻ സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലോട്ട്
വീട്ടിലോട്ട് കടന്നു വരുന്ന സമയത്ത് മദീനത്തുൻ നബവിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുത്തുനബിയോട് പ്രിയപ്പെട്ട സഹോദരൻ പറയുകയാ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വീട്ടിൽ ചെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഞാൻ കണ്ടിട്ട് വരുന്നു നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് സുഖമില്ലാതെ കിടക്കുകയാ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ സഹാബത്തിന് അത്ഭുതമായി. അവര് പറഞ്ഞു, അല്ലാഹുവേ, ഇന്നും അബൂബക്കറിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ, ഈ വിഷയത്തിൽ പോലും സിദ്ദീഖിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ. സാധിക്കില്ല പ്രിയപ്പെട്ടവരെ, സാധിക്കില്ല. നേരം വെളുത്ത സുബഹി നമസ്കാരത്തിന് പള്ളിയിലോട്ട് വരുമ്പോ നോമ്പുകാരനായി കടന്നു വന്ന, അതുപോലെ തന്നെ നോമ്പ് പിടിച്ചതിന് മാത്രമല്ല സുബഹി നമസ്കാരത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ രോഗസന്ദർശനം നടത്തിയിട്ട് വന്ന ഒരേ ഒരു വ്യക്തിയാരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രോഗസന്ദർശനം നടത്തിയിട്ട് വരികയാണ്. ഒന്ന് ആലോചിച്ചേ, നമ്മുടെ നാടുകളിൽ എത്രയോ രോഗികൾ ഇന്നും എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന എത്രയോ രോഗികൾ. ഞാൻ ഓർത്തുപോകുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശത്ത് പ്രസംഗത്തിന് പോകുമ്പോൾ സംഘാടകർ പറഞ്ഞു, ഉസ്താദേ, ഇവിടെ ഒരു രോഗിയുണ്ട്, നമുക്കൊന്ന് കയറി കണ്ടിട്ട് പോകാം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. ആ സന്ദർഭത്തിൽ ആ രോഗിയെ കാണാൻ വേണ്ടി കയറുമ്പോൾ 30 വയസ്സ് പ്രായമുള്ള സഹോദരനാണ്. 30 വയസ്സ് പ്രായമുള്ള സഹോദരന്റെ കഴുത്തിന് താഴോട്ട് മുഴുവനും തളർന്നു കിടക്കുകയാണ്. എത്ര കൊല്ലം കൊണ്ടാണ്? 24 കൊല്ലം കൊണ്ട് തളർന്നു കിടക്കുകയാണ്. 24 വർഷം കൊണ്ട് അദ്ദേഹം നല്ല സംസാരിക്കും, നല്ല രീതിയിൽ ജനങ്ങളോട് ഇടപെടുന്നു, സംസാരത്തിന് പ്രശ്നമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കഴുത്തിന് താഴോട്ട് മുഴുവനും തളർന്നു കിടക്കുകയാണ്. എന്താ സംഭവിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. 6 വയസ്സുള്ള സമയത്ത്, അതായത് സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ആ സമയത്ത് അദ്ദേഹം കുട്ടികളോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഓടിക്കളിക്കുന്ന പ്രായത്തില് മറിഞ്ഞ് നിലത്തു വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന പേന കഴുത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് തുളച്ചു കയറി. അങ്ങനെ ഞരമ്പിന് സാരമായ പരിക്കുപറ്റി. അന്ന് കിടപ്പിലായ സഹോദരൻ 24 കൊല്ലങ്ങൾ കൊണ്ട് ഒരേ കിടപ്പിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന എത്രയോ രോഗികളുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, പള്ളി ഒരു ദുആക്ക് ഇജാബത്തുള്ള ഒരാളുണ്ടെന്നറിഞ്ഞാൽ, അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ സെക്കൻഡിൽ മറുപടി കൊടുക്കുന്ന ഒരാള്, സയ്യിദോ അല്ലെങ്കിൽ കാര്യപ്പെട്ട ഒരു വലിയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര കിലോമീറ്റർ താണ്ടിയാണെങ്കിലും നമ്മൾ അദ്ദേഹത്തെ കാണാനും ബറക്കത്തെടുക്കാനും അദ്ദേഹത്തോട് ദുആ കൊണ്ട് വസിയത ചെയ്യാനും നമ്മൾ പോകാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ തൊട്ടടുത്ത് നമുക്ക് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്ന ദുആക്ക് ഇജാബത്തുള്ള ഒരാൾ കിടക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അതാരാണ്? ഞാൻ പറഞ്ഞുതരാം. എന്റെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി ചോദിച്ചു, ഇന്ന് ആരാണ് രോഗസന്ദർശനം നടത്തിയിട്ട് വന്നത്? സഹാബാത്ത് അത്ഭുതത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കാരണം സുബഹിയായിട്ടുള്ളൂ. നമ്മുടെ പള്ളിയിലെങ്ങാനും തങ്ങൾ എഴുന്നേറ്റ് കൊണ്ട്, തങ്ങൾ പിന്നെ അൽഹംദുലില്ലാ 12 കൊല്ലായി. 12 കൊല്ലായി. ഒരു 11. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞങ്ങൾ ബഹ്റൈനിൽ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ബഹ്റൈൻ കമ്മിറ്റിയുടെ സമസ്തയുടെ ഒരു പരിപാടിക്ക് പോകുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദും ഞാനും കൂടി എയർപോർട്ടിൽ വെച്ച് തമ്മിൽ കണ്ടു, പരിചയപ്പെട്ടു. അപ്പൊ നമ്മൾ രണ്ടും പോകേണ്ട ഒരു സ്ഥലത്തേക്കാണ്. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. തങ്ങള് സുബഹി നിസ്കാരത്തിന് വേണ്ടി വന്ന നിങ്ങളോട് ചോദിക്കാൻ, ഇന്ന് ആരാ രോഗസന്ദർശനം നടത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഉസ്താദ്, ഈ പട്ടാപ്പകല് സുബഹി നിസ്കാരത്തിന് മുമ്പ് ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും രോഗികളെ കാണാൻ വേണ്ടി ചെന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കൂലേ? പാതിരാത്രി കഴിഞ്ഞിട്ട് നമ്മൾ സുബഹിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് രോഗിയെ കാണാനെന്ന് പറഞ്ഞാൽ ആളുകൾ അടിച്ചോടിക്കും, അല്ലേ? റസൂലുള്ളാഹി ചോദിച്ചു, ആരെങ്കിലും സുബഹി നിസ്കാരത്തിന് വരുമ്പോ രോഗസന്ദർശനം നടത്തിയിട്ട് വന്നവരുണ്ടോ? ഇതിന്റെ പ്രതിഫല ഒറ്റ വാക്ക് റസൂലുള്ളാഹി പറഞ്ഞു. ഇതിന്റെ ക്ലൈമാക്സ് ഏറ്റവും ഒടുവിലാണ്. ആ സമയത്ത് സഹാബാക്കളിൽ ഒരേ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രോഗിയാണ്, ഞാൻ പോയി കണ്ടു, അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ വന്നത്. നാളെ പടച്ചോൻ ചോദിക്കും. അള്ളാഹു സത്യം, നിസ്കാരവും നോമ്പും കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതി പോയവരെ ഹജ്ജ് കൊണ്ടും അതുപോലെ തന്നെ തസ്ബീഹും തഹ്ലീലും ദുഹായും തഹജ്ജുദും കൊണ്ട് അള്ളാഹുവിന്റെ സുഖലോലുപ സ്വർഗ്ഗം കൈകൊണ്ട് തൊട്ടാലെ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗ്ഗം കരസ്ഥമാക്കാനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചെറുപ്പക്കാര് സഹോദരിമാരെ മനസ്സിലാക്കിക്കോളി. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അള്ളാഹ് ചോദിക്കുന്ന
ഒരൊറ്റ ചോദ്യമുണ്ട്. എടാ നീ നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, ഹജ്ജിനൊക്കെ പോയി, ധാരാളം ഹജ്ജ് ചെയ്തു, ഒക്കെ ശരിയാ. പക്ഷെ ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ നീ എന്നെ ഒന്ന് നോക്കിയോ? ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ നീ എനിക്കൊരു മരുന്ന് വാങ്ങിത്തരാനോ, എന്റെ അടുത്ത് വന്ന് എന്റെ രോഗവിവരങ്ങളൊന്ന് ചോദിക്കാനോ, ഞാൻ പട്ടിണി കിടന്നപ്പോ ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് കൊണ്ട് തരാനോ, ഞാൻ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടപ്പോ നിനക്ക് കുറച്ച് വെള്ളം കൊണ്ട് തരാനോ നിനക്ക് മനസ്സ് വന്നോ? ആ സമയത്ത് ഇന്ന് നമുക്ക് ഉണ്ടാകുന്ന അത്ഭുതം അന്നും ഉണ്ടാകും. നമ്മൾ ചോദിക്കും, അല്ലാഹുവേ നീ റബ്ബുൽ ആലമീനല്ലേ, നിനക്ക് വെള്ളമോ, നിനക്ക് ഭക്ഷണമോ, നിനക്ക് രോഗമോ, എന്തായി പറയുന്നത്? ആ സമയത്ത് അല്ലാഹു തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ ഒരു അടിമ, നിന്റെ ഒരു സഹോദരൻ നിന്റെ വീടിന്റെ അപ്പുറത്ത് രോഗം പിടിപെട്ട് കിടക്കുമ്പോ നീ അവനെ ഒന്ന് ചെന്ന് കണ്ടിരുന്നോ? അവനെ ഒന്ന് ചെന്ന് കണ്ടിട്ട് അവനോട് അവന്റെ രോഗവിവരങ്ങളെ പറ്റി ചോദിച്ചിരുന്നെങ്കിൽ എന്നെ അവിടെ എത്തിക്കാൻ കഴിയുമായിരുന്നു. നാളെ റബ്ബ് ചോദിക്കുന്നതാ. നിസ്കാരം കണക്കിനധികമായി, നോമ്പ് എണ്ണമില്ല, ഹജ്ജിനാണെങ്കിലോ ഒരു കണക്കുമില്ല, ഉംറ എണ്ണിയ തീരൂല. ഇതെല്ലാം കൂടെ നമ്മൾ നേരെ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞ് റെഡിയായി കരുതി ശരിയായി നമ്മൾ സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ അള്ള ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ നീ എന്നെ എന്നോ നോക്കാത്തത്? അല്ലാഹുവേ നീ സുഖമില്ലാതാകൂലെന്നല്ലേ പള്ളിയിലെ മൊയ്ലാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത്? ശരിയാണ്. പക്ഷെ ഇന്ന സഹോദരൻ രോഗിയായി കിടന്നപ്പോൾ അവനെ ഒന്ന് സന്ദർശിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടായോ? ഇല്ലല്ലോ. അങ്ങനെ നീ അവനെല്ലാം നീ അവനെ കണ്ടിരുന്നെങ്കിൽ, അവന്റെ അടുക്കൽ ഒന്ന് പോയിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ എത്തിക്കാൻ കഴിയുമായിരുന്നെന്ന് പറഞ്ഞ് റബ്ബ് ചോദിക്കുമ്പോ കൈകെട്ടി നിൽക്കാൻ പാടില്ല. നമുക്ക് പറയണമല്ല, ഇന്ന സഹോദരങ്ങളെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് രോഗികൾ എവിടെയുണ്ടോ അവിടെ ചെല്ല്. ഏതെങ്കിലും ഒരു രോഗസന്ദർശനത്തിന് വേണ്ടി ഒരാളെ നടന്നു പോയാൽ വാനലോകത്തുള്ള മാലാകമാര് വിളിച്ചു പറയുകയാ, ലോകത്തുള്ള ആത്മാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരിവാരം പോലെ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മാലാക സമൂഹത്തിൽ നിന്ന് മാലാകമാര് വിളിച്ചു പറയുകയാണ്, ആകാശ ലോകത്ത് നിന്ന് മലക്കുകളെ വിളിച്ചു പറയുകയാണ്, എടോ നിന്റെ നടത്തം ഫലപ്രദമായി, നിന്റെ നടത്തം ഫലപ്രദമായി. നിസ്കാരത്തിലേക്ക് പോകുന്നവനെ ഇത് വിളിച്ചു പറയൂല, മലക്കുകളെ വിളിച്ചു പറയൂല. അബ്ദിന് വേണ്ടി പോകുന്നവനെ തവാഫ് ചെയ്യുമ്പോ മലക്കുകളെ വിളിച്ചു പറയൂല, സഈ ചെയ്യുന്നവനെ മലക്കുകളെ വിളിച്ചു പറയൂല, വഅല കേൾക്കാൻ വരുന്നവരെ നടത്തം കണ്ടിട്ട് മലക്കുകളെ വിളിച്ചു പറയൂല. പക്ഷേ തൊട്ടടുത്തുള്ള രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നടന്നു പോകുന്ന സമയത്ത് വാനലോകത്ത് നിന്ന് മലക്കുകളെ വിളിച്ചു പറയുകയാണ്, നിന്റെ നടത്തം ഫലപ്രദമായി മോനെ, നിന്റെ നടത്തം ഫലപ്രദമായി. സ്വർഗത്തിൽ നീ ഒരു സുന്ദരമായ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുകയാണ്. ഒരു രോഗി ഒന്ന് സന്ദർശിച്ചാൽ പെങ്ങളെ അള്ള തരുന്നതെന്താണ്? സുലോലഭ സ്വർഗത്തിന്റെ ഒരു വെള്ള കൊട്ടാരം അല്ലാഹു തരികയാ. 2 രോഗിയെ സന്ദർശിച്ച 2 കൊട്ടാരമല്ല പണിയുകയാ. 3 രോഗികളെ സന്ദർശിച്ചാൽ 3 കൊട്ടാരമല്ല പണിയുകയാ. അങ്ങനെ രോഗസന്ദർശന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നവര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒറ്റമുട്ടിനാലുള്ള വെള്ളക്കൊട്ടാരമാണ്. മാത്രമല്ല റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, പ്രഭാതത്തിൽ ആരെങ്കിലും ഒന്ന് രോഗസന്ദർശനത്തിന് പോയാ എങ്ങനെ പോകണമെന്ന് റസൂല് വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പോകേണ്ടതെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രഭാത സമയത്ത് ആരെങ്കിലും ഒരു രോഗസന്ദർശനത്തിന് വേണ്ടി സഹോദരന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ ആദരവായ പ്രവാചകന് പറയുന്നു, ഇല്ലാ സ്വല്ലാ അലൈഹി 70,000 മലക്കിന് ഹത്താ യുംസിയാ. വൈകുന്നേരം വരെ 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നിസാരമല്ല പെങ്ങളെ, നിസാരമല്ല. ദുആരക്കുന്ന പള്ളിയിലെ ഖതീബല്ല, പ്രസംഗിക്കാമെന്ന പ്രഭാഷകനല്ല, മുതഅല്ലിമീങ്ങളല്ല, സയ്യിദുമാരല്ല, പിന്നെ ആരാ? അല്ലാഹുവിന്റെ പാരാവാരം പോലെയുള്ള മാലാകമാര് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഏത് സമയം വരെയാണ്? വൈകുന്നേരം വരെ ദുആ ചെയ്യുന്നു. എപ്പോഴാണ്? രാവിലെ നീ ഒന്ന് രോഗസന്ദർശനത്തിന് പോയി കഴിഞ്ഞാൽ ഇല്ല, നീ വൈകുന്നേരമാണ് രോഗസന്ദർശനത്തിന് പോകുന്നതെങ്കിലോ റസൂലുള്ള പറയുകയാണ്, ഇല്ലാ സ്വല്ലാ അലൈഹി ഹത്താ യുസ്ബിഹാ.
നേരം വെളുക്കുന്നത് വരെ മാലാകമാരെ നിനക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാണ്. എന്തേ പ്രിയപ്പെട്ടവരെ ഈ അനുഗ്രഹീതമായ പ്രതിഫലം നമുക്ക് വേണ്ടെന്ന് വെച്ചത്? എന്തേ പഠിക്കാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ? ആരോ രോഗിയാകട്ടെ, അത് അമുസ്ലിം ആകട്ടെ, അത് മുസ്ലിം ആകട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, മാനസിക പരിഗണന കൊണ്ട് രോഗസന്ദർശനം നടത്തുന്നവരെ ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. നിന്റെ മനസ്സിന്റെ കട്ടിയാണ്, നിനക്ക് മനസ്സ് കടുപ്പം പിടിച്ചുപോയി, നിന്റെ മനസ്സിന് യാതൊരലിവുമില്ല, നിന്റെ മനസ്സ് ആളുകളെ കാണുമ്പോൾ നിനക്ക് വല്ലാത്ത മുഖപ്പിന്റെ ഭാവമാറ്റമാണ്. ചിലർക്ക് മുഖത്ത് നോക്കിയിട്ട് ഒരു സലാം പറഞ്ഞാൽ തിരിച്ചൊന്ന് മറുപടി പറയാൻ അവർക്കൊരു മടിയാണ്, അല്ലേ? മുഖം കടുത്തിരിക്കാണ്. എന്താ കാര്യം? അവന്റെ ഹൃദയം കടുത്തുപോയി, അവന്റെ ഹൃദയം ഉറഞ്ഞു കിടക്കാണ്, ഉറച്ചു കിടക്കാണ്, അത് മയമാകുന്നില്ല. മഹദിയായ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വന്നിട്ട് ഒരാള് പറഞ്ഞു, അല്ലയോ മഹദി അവറുകളെ, എന്റെ മനസ്സിന് വല്ലാത്ത ഒരു കടുപ്പമാണ്, വല്ലാത്തൊരു അസ്വസ്ഥത. ആരെ കണ്ടാലും നമുക്ക് ഒന്ന് മയമായിട്ട് സംസാരിക്കാൻ. എന്റെ ഇസ്ലാം പഠിപ്പിച്ചത്, ഒരു സഹോദരനെ കണ്ടാൽ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്ക്, ഒരു നല്ല വാക്ക് പറയും, അത് സ്വതക്കത്തുൻ ജാരിയയാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. നിസ്സാര കൂലിയല്ല. അപ്പോ ഒരാളെ മുഖത്ത് നോക്കുമ്പോ ചിരി വരാതെ, ഏത് പാർട്ടിക്കാരനോ ആവട്ടെ, ഏത് സംഘടനക്കാരനോ ആകട്ടെ, ഏത് മതക്കാരനോ ആകട്ടെ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കാനുള്ള മനസ്സ് നിനക്കില്ലാതെ പോയാൽ അത് നിന്റെ മനസ്സിന്റെ കാഠിന്യമാണ്. നിന്റെ മനസ്സ് കടുത്തുപോയിരിക്കുകയാണ് പാറകളെക്കാൾ. ഉമ്മു ദർദ എന്റെ മുമ്പിൽ വന്നിട്ട് ഒരാള് പറഞ്ഞു, എന്റെ മനസ്സിന് വല്ലാത്ത ഒരു കുടിസമായി പോയി, വല്ലാത്ത കുടിസായി പോയി, എന്ത് ചെയ്യണം? ആ സമയത്ത് ഉമ്മർ ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിയ അഅ്ലമു ദാ, പൊന്നുമോനെ, ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് ക്യാൻസർ അല്ല, ലോകത്തെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂമർ അല്ല, ഏറ്റവും വലിയ രോഗം നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യതയാണ് എന്ന് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറഞ്ഞു, മാറ്റിത്തരാം, ഞാനത് മാറ്റിത്തരാം, ഞാൻ പറയും പോലെ ഒന്ന് ചെയ്താൽ മതി. ലോകത്ത് തീവ്രവാദത്തിന്റെ പിന്നാലെ പോകുമ്പോ, വർഗീയതയുടെ പിന്നാലെ നടക്കുമ്പോൾ, ഒരു നിമിഷം മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്ക്, ഒരു നിമിഷം RCCയിൽ ഒന്ന് പോയി നോക്ക്. ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ MPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തിരുവനന്തപുരത്തെ CH സെന്ററിൽ ദിവസം പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇടയ്ക്കൊരു ദിവസം കണ്ടപ്പോൾ അവിടെ ഒന്ന് പോകണം, റമളാനിൽ പോയി അരമണിക്കൂർ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ, എന്റെ ജീവിതത്തിൽ എന്റെ 8-9 കൊല്ലത്തെ പ്രഭാഷണ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ വേദനയോടെ പ്രസംഗിച്ച അരമണിക്കൂർ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ 500 വരുന്ന സഹോദരിമാരെ സഹോദരങ്ങളും അടങ്ങുന്ന സദസ്, ചില ആളുകൾ മൂക്കിക്കൂടെ ട്യൂബിട്ടിരിക്കുന്നു, ചില ആളുകൾ കഴുത്തിലൂടെ ട്യൂബിട്ടിരിക്കുന്നു, ചില ആളുകൾക്ക് ഇരുത്തം വരാതെ എഴുന്നേറ്റ് ഓടുകയാണ്, വീണ്ടും പുറത്തിറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. കാര്യം എന്താണ്? അസഹ്യമായ വേദന. ക്യാൻസർ പേഷ്യന്റിന്റെ മുമ്പിൽ അരമണിക്കൂർ സംസാരിക്കാൻ കിട്ടിയ അവസരം, എന്റെ പ്രിയപ്പെട്ടവരെ, വേദനയോടെ ഞാനൊന്നും ഓർക്കുകയാണ്. 2 വയസ്സ് മാത്രമുള്ള ഒരു പൊന്നുമോനെ തോളത്തിട്ടുകൊണ്ട് ഒരു പിതാവ് എന്റെ നാട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സഹോദരനാ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഇന്ന നാട്ടുകാരനാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അസുഖം? അയാൾ പറഞ്ഞു, എനിക്ക് അസുഖമില്ല. ഈ തോളത്ത് കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന 2 വയസ്സുകാരനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എന്റെ മകന് കണ്ണിന് ക്യാൻസർ ആണ്, 2 കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് ആ 2 കണ്ണും ഡോക്ടർമാർ പറഞ്ഞു എടുത്ത് കളയണം, റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കാൻ. 2 വയസ്സുള്ള കുഞ്ഞിന്റെ 2 കണ്ണും എടുത്ത് കളയണമെന്ന് ഡോക്ടർമാർ പറയുന്ന അവസ്ഥയിൽ ഇന്ന് രോഗികൾ കൂടിക്കൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചെന്നൊന്ന് കണ്ടു നോക്ക്. ഹൈന്ദവന്റെ അടുക്കൽ ക്രൈസ്തവൻ കിടക്കുന്നു, ക്രൈസ്തവന്റെ അടുക്കൽ മുസ്ലിം കിടക്കുന്നു. ക്രൈസ്തവനും ഹൈന്ദവനും മുസൽമാനും കണ്ണുകൾ നഷ്ടപ്പെട്ട് ക്യാൻസർ അടിമപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും വേദന ഒന്ന് തന്നെ, അവരുടെ ശരീരത്തിൽ നിന്നൊടുകുന്ന ചുടുനീണം ഒന്ന് തന്നെ, അവർക്കുണ്ടാകുന്ന വെപ്രാളവും കുടുംബത്തിനുണ്ടാകുന്ന അങ്കലാപ്പും എല്ലാം ഒരുപോലെ തന്നെയാണ്. എന്തിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ വർഗീയതയുടെ പേരിൽ പരസ്പരം ഭിന്നിക്കണം, പരസ്പരം എന്തിന് പോരടിക്കണം? മനുഷ്യരുടെ ബുദ്ധിമുട്ട് വന്നാൽ അവരനുഭവിക്കുന്ന വേദനകൾ ഒന്ന് തന്നെയാണ്, ഒരു സംശയവുമില്ല.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഹൃദയത്തിന് ആർക്കെങ്കിലും കടുപ്പം വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ ഒന്ന് രോഗികളെ ഒന്ന് സന്ദർശിക്കുമോ? തലച്ചോറ് പഴുപ്പിട്ട് തലയോട്ടി പഴുത്തിട്ട് അതുപോലെ നാസ്വാദ്വാരത്തിലൂടെ ട്യൂബിട്ട് കഴിക്കുന്നതായ സഹോദരങ്ങളെ നീ ഒന്ന് കാണുമോ? നീ ഒന്ന് കാണുമോ? ഒന്നും കഴിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ തൊണ്ടക്കുടിയിലൂടെ ട്യൂബിട്ടിരിക്കുന്ന സഹോദരനെ ഒന്ന് കാണുമോ? പ്രിയപ്പെട്ടവരെ, 5 വയസ്സുകാരനായ പാവപ്പെട്ട ഒരു സഹോദരന് പനി ബാധിച്ചിട്ട് ആ പൊന്നുമോൻ ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ നടത്തിയ പൊന്നുമോൻ ഇപ്പൊ സംഭവിക്കുന്നത് എന്തെന്നറിയുമോ? മലദ്വാരത്തിലൂടെ മലം പുറത്തു പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂത്രദ്വാരത്തിലൂടെ മൂത്രവും പോകുന്നില്ല. ആ പൊന്നുമോനെ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തൂടെ രണ്ടും കൂടെ കലർന്നിട്ട് ഒരുമിച്ച് പോവുകയാണ്. ഡോക്ടർമാര് തന്നെ അത്ഭുതപ്പെടുകയാണ്, വൈദ്യശാസ്ത്രം പരാജയപ്പെടുകയാണ്. ഇന്ന് എത്രയോ നൂറുകണക്കിന് രോഗികൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോ സുബ്ഹാനല്ലാഹ്, മഹദിയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒടിൽ മരീള്, നീ ഒന്ന് രോഗിയെ സന്ദർശിക്കുമോന്? നിന്റെ രോഗം മാറുന്നതാണ് മനസ്സിനെ പിടികൂടിയിരിക്കുന്ന മനസ്സിന്റെ കടുപ്പമെന്ന രോഗം നിനക്ക് മാറിക്കിട്ടുന്നതാണ്. രണ്ടാമത് മഹദി പറയുകയാണ്, ബശീൽ ജനാസ, മയ്യത്തിനെ നീ ഒന്ന് അനുഗമിക്കുമോ? മൂന്നാമത് പറയുന്നു, ഇടക്കിടക്കൊക്കെ നീ ഒന്ന് ഖബറിന്റെ അടുക്കൽ ചെല്ലുമോ? ഒന്ന് സിയാറത്തിന് പോകുമോ? സിയാറത്തെന്തോ മഹാപാതകമായി കാണേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, മരണത്തെ ഓർക്കാനും ശ്മശാനത്തിന്റെ അടുക്കൽ ചെല്ല്, ഒന്ന് ഖബറിന്റെ ചുവട്ടിൽ ചെല്ലേണ്ട പ്രിയപ്പെട്ടവര്. 3 വെള്ള തുണികൾ പതിഞ്ഞ് 3 കെട്ടും കെട്ടിക ടാറകാലുള്ള കട്ടിലെടുത്ത് കിടത്തി പള്ളിക്കാട്ടിൽ 6 മണ്ണിലേക്ക് ഇറക്കി വെച്ച് 10 പലക നിരട്ടിക്കിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് 2 മീസാകല്ലും നാട്ടിക്കിട്ട് പിരിഞ്ഞു പോകുമ്പോ ആ ഖബറിന്റെ പുറത്ത് നാട്ടിയിരിക്കുന്ന മൈലാഞ്ചി ചെടികൾക്ക് കഥ പറയാനുണ്ട്. പെങ്ങളെ, നിന്റെ കയ്യിൽ ചുവപ്പിക്കാനുള്ളത് മാത്രമല്ല മോളെ മൈലാഞ്ചി ചെടി, നിന്റെ രക്തം കൊണ്ട് ചെഞ്ചായമണിയുന്ന മൈലാഞ്ചി ചെടിയാ. നിന്റെ ഖബറിന്റെ പുറത്ത് നാട്ടിയിരിക്കുന്ന മൈലാഞ്ചി ചെടിക്കറിയാ. അതിന്റെ ചാരത്ത് കെട്ടിയിരിക്കുന്ന മൃഗങ്ങളോട് ചോദിച്ചാലറിയാ. അല്ലാഹുവേ, ഖബറിന്റെ ഉള്ളറകളിൽ നടക്കുന്ന ഭീകരതകൾ എന്താണെന്നറിയാ. ഓർത്തോ പെങ്ങളെ, നിന്റെ മനസ്സിന്റെ കടുപ്പം മാറണോ? മറ്റുള്ളവരെ കാണുമ്പോഴുള്ള നിന്റെ മനസ്സിന്റെ പ്രത്യേകമായ വർഗീയത മാറണോ? റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സഹാബിയത്തായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നീ ഒന്ന് രോഗസന്ദർശനം നടത്ത്, നീ ഒന്ന് ജനാസ അനുഗമിക്ക്, നീ ഒന്ന് ഖബർസ്ഥാനിലൊന്ന് ചെല്ലുമോനെ, നിന്റെ മനസ്സിന്റെ കടുപ്പം മാറുമെന്ന് മഹദി ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുകയാണ്. കുറെ നാള് കഴിഞ്ഞു, ഈ മനുഷ്യൻ തിരിച്ചു വന്നു എന്നാണ്. തിരിച്ചു വന്നിട്ട് മഹദിയോട് പറഞ്ഞു, ജസാകില്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഖൈർ വരുത്തട്ടെ, എന്റെ മനസ്സിന്റെ കടുപ്പം മാറി എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അദ്ദേഹം രോഗസന്ദർശനം നടത്താൻ തുടങ്ങി. നമ്മുടെ ആരോഗ്യം മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ചിന്തിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്വാസം വലിച്ചു വിടുന്നു, വെള്ളമടിക്കുന്നവൻ കുപ്പി പൊട്ടിക്കുമ്പോഴും വ്യഭിചാരശാലയിലേക്ക് നടന്നു പോകുന്നവനും പലിശയുടെ പണം എണ്ണുമ്പോഴും അവന്റെ ശ്വാസം അവൻ വലിച്ചു വിടുന്നു. ഈ ശ്വാസം ഒന്ന് നിലച്ചുപോയാൽ ഒരു ഓക്സിജൻ കുറ്റിയുടെ വില മെഡിക്കൽ കോളേജിൽ 6000 രൂപയാണ്. 6000 രൂപ കുറ്റി തീർന്ന അടുത്ത വാങ്ങണം, 6000 മുടക്കണം. അപ്പൊ നമ്മൾ എത്ര ലക്ഷക്കണക്കിന് രൂപ റബ്ബിന് കൊടുത്താൽ മതിയാകും എന്റെ പ്രിയപ്പെട്ടവരെ? അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളുടെ കട, ആ അനുഗ്രഹങ്ങൾക്ക് കണക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം അനുഗ്രഹം അള്ളാഹു നമുക്ക് തന്നിരിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നമ്മുടെ മനസ്സിന്റെ കടുപ്പം മാറാൻ നമുക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഒരു രോഗ സന്ദർശനം. ഒന്ന് രോഗികളെ കാണ്. എത്ര മഹത്വമാണ് അള്ളാഹു നമുക്ക് തരിക. എങ്ങനാ പോകേണ്ടത്? ചിലര് പോയിരുന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചില രോഗികളടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ചിലർ എഴുന്നേറ്റ് പോകൂല. അവർക്ക് പല അസ്വസ്ഥതകൾ ഉണ്ടാകും, അവർക്ക് ഗുളിക കഴിക്കാനുണ്ടാകും, മരുന്ന് കഴിക്കാനുണ്ടാകും. ചിലപ്പോ കിടക്കുന്ന കിടക്കയിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ട് അങ്ങനെ കിടക്കുകയായിരിക്കും. നമ്മൾ ഇരിക്കുമ്പോ എങ്ങനെ ഒന്ന് എഴുന്നേക്കുക എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിലായിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ളലുൽ ഇയാദത്തി സുർഅത്തുൽ ഖിയാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏറ്റവും നല്ല രോഗസന്ദർശനം എന്ന് പറഞ്ഞാൽ ചെല്ലുക, അവന്റെ നെറ്റിയിൽ കൈവച്ചിട്ട് സുഖമുണ്ടോ എന്ന് അന്വേഷിക്കുക, ഉടനെ സ്ഥലം കാലിയാക്കുക.
അവിടെ ചെന്നിരുന്നിട്ട് നേരം വെളുത്ത് അവിടെ പോയിരുന്ന് ഇല്ലാത്തവരുടെ കഥ പറഞ്ഞ് രോഗികൾക്ക് തൗബ ചെയ്യാനാ പ്രേരിപ്പിക്കേണ്ടത്. ഇല്ലാത്ത ഫസാദ് മുഴുവനും പറഞ്ഞ് പരദൂഷണവും പറഞ്ഞു കൊടുത്ത് അവിടെ ഇരുന്ന് രോഗിയായി കിടക്കുന്നവനും മരണത്തിന്റെ ചക്രശ്വാസം വലിച്ചു കിടക്കുന്നവന്റെ മുമ്പിൽ ചെന്ന് മറ്റുള്ളവരുടെ ഗീബത്ത് പറഞ്ഞ് കാതിന് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് ഞാനും നിങ്ങളും അവിടെ നിന്ന് സക്കറാത്ത് ഹാലളക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകുന്നു. ഇത് തെറ്റാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അഫ്ളലുൽ ഇയാദത്തി സുറഅത്തുൽ ഖിയാമി നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല രോഗ സന്ദർശനം എന്ന് പറയുന്നത് ചെല്ലുക, രോഗവിവരങ്ങൾ അന്വേഷിക്കുക, പിന്നെന്താ വേണ്ടെന്ന് പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ചെന്നാൽ നീ അങ്ങോട്ട് പല സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ട്. രോഗിയാണെങ്കിൽ നമ്മൾ അന്വേഷിച്ചിട്ട് എന്താ കഴിക്കുക, നമ്മളത് വാങ്ങിക്കൊണ്ട് കൊടുക്കും. പക്ഷെ അത് പോരാ, ഇങ്ങോട്ടൊരു സാധനം കൂടെ വാങ്ങണം. അതേതാണ് രോഗ സന്ദർശനം നടത്തിയിട്ട് നമ്മൾ സാധാരണ 3-4 കിറ്റൊക്കെ വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചു പോകലല്ല. അയാൾ ഇന്നൊരു സാധനം നമ്മൾ ഇങ്ങോട്ട് വാങ്ങണം. ഏതാണ്? ആദരവായ പ്രവാചകം പറഞ്ഞു, ഇദാ ദഖൽത അലാ മരീൽ, ഒരു രോഗിയുടെ മുമ്പിലേക്ക് നീ കടന്നു ചെന്നാ ഫമുറുഹു അയ്യദഉ ലക, അവനോട് നിനക്ക് ദുആരക്കാൻ പറയണേ, നിനക്ക് വേണ്ടി ദുആരക്കാൻ അവനോട് പറയണേ. രോഗിയായി കിടക്കുന്നതാണാകട്ടെ പെണ്ണാകട്ടെ, അവനോട് നീ പറയണം നിനക്ക് വേണ്ടി കിട്ടുന്ന ദുആ ചെയ്യാൻ. കാര്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഇന്ന ദുആഹു കദുആഇൽ മലായിക, രോഗിയുടെ ദുആ മലായികത്തിന്റെ ദുആ പോലെയാണെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഒരു രോഗി ദുആരക്കുമ്പോ മലക്കുകളെ ദുആരക്കും പോലെയാണ്. മലക്കുകളെ തെറ്റ് ചെയ്യുന്നവരല്ലല്ലോ. മലക്കുകൾ അല്ലാഹുവിനോട് ഒരിക്കലും നന്ദികേട് കാണിക്കുന്നവരല്ല. അവരെ സൃഷ്ടിച്ച തന്നെ ഇബാദത്തിനാണ്. അവരൊരു സെക്കൻഡ് പോലും തളർച്ചയില്ല, വിളർച്ചയില്ല. അവരേറെ സമയത്തും റബ്ബിന് വേണ്ടി സുജൂദിലാണ്, അല്ലാഹുവിന് വേണ്ടി സാഷ്ടാംഗത്തിലാണ്, ഇബാദത്തിലാണ്. അവര് ചോദിച്ചാൽ ആ സെക്കൻഡിലുള്ള മറുപടി കൊടുക്കുന്നതാണ്. രോഗിയെ ദുആയെ പറ്റി റസൂലുള്ളാഹി പഠിപ്പിച്ചത്, ഫഇന്ന ദുആഹു കദുആഇൽ മലായിക. സയ്യിദുമാര് വരുമെന്നറിയുമ്പോൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവര്, അത് വേണം പ്രിയപ്പെട്ടവരെ, വേണ്ടെന്നല്ല പറയുന്നത്. കാണുന്ന ഉസ്താദുമാരുടെ കൈ പിടിച്ചിട്ട് ദുആരക്കണേ എന്ന് പറയുന്നവര് വേണ്ടെന്നല്ല പറയുന്നത്. ശരിയാണ്. എവിടെ ഒരു അല്ലാഹുവിന്റെ ആരിഫുണ്ടെന്ന് പറഞ്ഞാൽ ഓടിച്ചെന്നിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരെ വേണ്ടെന്നല്ല പറയുന്നത്, വേണം. പക്ഷേ നിന്റെ വീടിന്റെ തെക്കും വടക്കും പടിഞ്ഞാറ് കിഴക്കും വീടിന്റെ മുന്നിലും പിന്നിലും 2 ഭാഗങ്ങളിലും നിനക്ക് ദുആ ചെയ്ത സ്വീകരിക്കുന്ന ദുആക്ക് ഉത്തരമുള്ള ആളുകൾ, ആണുങ്ങള് പെണ്ണുങ്ങള് കിടക്കുമ്പോ നീ എവിടെയാണ് ചെറുപ്പക്കാരാ ഓടുന്നത്? നീ എവിടെയാണ് പെണ്ണുങ്ങളെ ഓടുന്നത്? എവിടെയാണ്? അല്ലാഹുവേ, ദ്വാരക്കാ പറയാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പുറത്ത് കിടക്കുന്നത് രോഗി. എത്രയോ കൊല്ലമായി കിടപ്പിലാണ്, അവൻ എഴുന്നേൽക്കുന്നില്ല. അവന് രോഗമാണ്, കഠിനമായ രോഗം അല്ലാഹു കൊടുത്തു. അവന്റെ കഴിഞ്ഞു പോയ ജീവിതം നീ നോക്കേണ്ട കാര്യം എന്താണ്? ആ ചെയ്തു പോയ അപരാധങ്ങള്, ഈ അനുഭവിക്കുന്ന വേദനയിലൂടെ അല്ല കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വരെ, ഈ കഴിഞ്ഞ വർഷം വരെ മദ്യപിച്ചിടന്ന സഹോദരനാണ്. അല്ലാഹു ഒരു മാറാ രോഗം കൊടുത്തു. ഇന്ന് വല്ലാതെ കഷ്ടപ്പെടുമ്പോ അവന്റെ അടുക്കൽ ചെന്ന് ദുആ ചെയ്യാ പറയാ നിസ്കാരമുള്ള നിനക്ക് മടിക്കണ്ട മുസ്ലിമേ. ഈ ഒരു കൊല്ലം കൊണ്ട് അല്ലാഹു അവന് ചെയ്ത പാപങ്ങൾ കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്ത പൊറുക്കാത്ത പാപമുണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ച പൊറുക്കാത്ത പാപമുണ്ടോ? അതുകൊണ്ട് അല്ലാഹു പുറത്തിട്ടുണ്ടാകാ. നീ മടിക്കണ്ട, അറക്കണ്ട. ചെല്ലുമോനെ, ചെന്നിട്ടവനോട് പറയുക, എനിക്കൊന്ന് ദുആ ചെയ്യ സഹോദരാ, എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആരക്ക് സഹോദരാ. അങ്ങനെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച فإن دعاه كدعاء الملائكة. രോഗിയുടെ ദുആ അത് മലായികത്തിന്റെ ദുആ പോലെയാണെന്ന്, പ്രാർത്ഥന പോലെയാണെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വെറുതെ കിറ്റുമായി കൊണ്ട് പോകാനല്ല, അവിടെ ചെന്ന് അവനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. രീതി എങ്ങനെയാണ്? നെറ്റിയിൽ കൈവച്ചിട്ട് ചോദിക്കണം സുഖമുണ്ടോ എന്ന് ചോദിക്കണം എന്നുള്ളതാണ്. അല്ലാതെ
അവിടെ ചെന്ന് ഇരുന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരലല്ല. വലത്തെ കൈയുടെ പുറം ഭാഗം കൊണ്ട് അവന്റെ നെറ്റിയിൽ കൈവച്ചിട്ട് സുഖമുണ്ടോ എന്ന് ചോദിക്കണം. ഇത് സുന്നത്താണ്. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ആരും ആകട്ടെ, അമുസ്ലിം ആണെങ്കിലോ നീ ചെല്ലുക, അവന്റെ രോഗം അന്വേഷിക്കുക. ഇസ്ലാം പഠിപ്പിക്കുന്ന സുന്ദരമായ മതമല്ല ഇസ്ലാം. എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് ഞാൻ പറയാൻ, നിങ്ങൾ ഈ പ്രഭാഷണം ശ്രവിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഇയാൾ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി വന്നവരല്ല. ഇവിടെ പറയുന്ന വിഷയങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ വന്നവരാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്, ഈ നാട്ടില് അൽഹംദുലില്ലാ ഏറ്റവും നല്ല മതേതരത്വം. പള്ളിയിലെ ബാങ്കുലി കേൾക്കുമ്പോൾ മറുഭാഗത്ത് ക്ഷേത്രത്തിൽ നിന്ന് ശങ്കുലി മുഴങ്ങുന്നു, അതിന്റെ മറുഭാഗത്ത് ചർച്ചിൽ നിന്ന് മണിനാദം മുഴങ്ങുന്നു. പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും അതുപോലെ തന്നെ കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകനും ഏകോദര സഹോദരങ്ങളെ പോലെ നടക്കുന്ന നാടാണ്. അള്ളാഹു നിലനിർത്തുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ചില പിള്ളകളും പുള്ളികളും ഒക്കെ അതിന് വിരുദ്ധമായിട്ട് ജനങ്ങളെ ഇളക്കി പുറപ്പെടുവിക്കാൻ വേണ്ടി പലതും പറയും. ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്, ഈ നാടിന്റെ രീതിശാസ്ത്രമൊന്നും എനിക്കറിയില്ല, എങ്കിലും പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, പള്ളിയിലെ ബാങ്ക് കേട്ടാൽ ഇദാ നാദാ ബിസ്സലാത്തി, ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ റഹബ ശൈത്താനു ഹത്താ യകൂന മക്കാന റൗഹ, റൗഹ എന്ന് പറയുന്ന സ്ഥലം വരെ ശൈത്താൻ ഓടി ഒളിക്കുമെന്നാണ്. പഠിച്ചോളിൻ, ശ്രദ്ധിച്ചു കേട്ടോളിൻ. ഇത് ഹദീസാണ്, ഞാൻ പറയുന്നതല്ല. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന കേട്ടാൽ ശൈത്താൻ റൗഹ വരെ ഓടി ഒളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റൗഹ എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് 36 മൈൽ അപ്പുറമാണ്. 36 മൈൽ അപ്പുറം. 1 മൈല് 1.5 കിലോമീറ്റർ ആണ്. അപ്പോ 1.5 കിലോമീറ്റർ ആകുമ്പോ 36ന്റെ പകുതി 18. 36 + 18 സമം എന്റെ സഹോദരങ്ങളെ 54. ഈ 54 കിലോമീറ്റർ അപ്പുറത്തേക്ക് ശൈത്താൻ ഓടി ഒളിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ, തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരത്തിന്റെ മുമ്പിൽ നിന്നുള്ള പള്ളിയിലെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ബാലകൃഷ്ണ പിള്ള കൊട്ടാരക്കര വരെ ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കിലോമീറ്റർ അളന്ന് നോക്ക്, നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പറയും, എന്റെ ജോലി പോയാലും അൽഹംദുലില്ലാ 1 മാസം ശമ്പളം അധികം അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ പോകും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഒരിക്കലും, പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നു, അദ്ദേഹത്തിനെതിരെ നമ്മൾ നടത്തിയ പ്രതിഷേധം അല്പം കടന്നുപോയി. നായയുടെ ഫോട്ടോ രൂപം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ മുഖം വെച്ചു കൊടുക്കുക, അതൊന്നും മുസ്ലിമിനെ ചോദിച്ചതല്ല. അത് വേണ്ട, നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് നിയമമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പണ്ട് കഅബയിലേക്ക് കയറി ഒരുത്ത മൂത്രമൊഴിച്ചു. ആ സമയത്ത് നിങ്ങൾക്കറിയുമല്ലോ, നമ്മുടെ ഈ കാങ്കോൽ മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയുടെ പുറപ്പുള്ള മതിലിന്റെ ഉള്ളിൽ ഒരാൾ കാർക്കിച്ച് തുപ്പിയാൽ തന്നെ നമ്മൾ പ്രതിഷേധിക്കും. അത് ശരിയാണ്. പക്ഷെ കഅബാലയത്തിന് അകത്ത് കയറി മൂത്രമൊഴിച്ച ഒരാൾ, കഅബയ്ക്ക് അകത്ത് കയറി മൂത്രമൊഴിച്ചു, വടിയും തടിയുമായിട്ട് ആളുകൾ കൂടി. ആ സമയത്ത് അയാൾ പറഞ്ഞു, നിങ്ങൾ അടിച്ചോ കൊന്നോ ഒരു പ്രശ്നമല്ല, പക്ഷെ എന്തിനു മൂത്രമൊഴിച്ചെന്ന് ചോദിച്ചിട്ട് അടിച്ചോളാൻ പറഞ്ഞു. ആളുകൾ ചോദിച്ചു, എന്തിനാണ് നീ മൂത്രമൊഴിച്ചത്? അതെ, ലോകത്ത് അറിയപ്പെടണമെങ്കിൽ ഒന്നുകിൽ നന്മ ചെയ്യണം, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ തിന്മ ചെയ്യണം. അപ്പൊ ലോക പ്രശസ്തനാകാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു പരിപാടി, നന്മ ചെയ്യാനെ കൊണ്ട് ഈ ജന്മത്തിൽ പറ്റൂല, ഞാൻ ഏറ്റവും വലിയൊരു തിന്മ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. നമ്മൾ അത്രയും മനസ്സിലാക്കുന്നുള്ളൂ. ഇപ്പൊ പല്ല് കൊഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന പുത്രനും തള്ളിപ്പറഞ്ഞ്, അമ്മയും തള്ളിപ്പറഞ്ഞ്, ആളുകളും തള്ളിപ്പറഞ്ഞ്, പാർട്ടിക്കാരും തള്ളിക്കളഞ്ഞ്, എല്ലാവരും തള്ളിപ്പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഇനി ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് അറിയപ്പെടണമെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇറക്കി വിട്ടാലേ മനസ്സിലാകൂ എന്നുള്ളത് കൊണ്ട് കണ്ടോളി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിങ്ങളൊക്കെ ഇന്നും മുസ്ലിം പള്ളിയുടെ മഗ്രിബിന്റെ ബാങ്ക് കേട്ടിട്ടാണ് ഹൈന്ദവ സഹോദരിമാര് വിളക്ക് കത്തിക്കുന്നത്, അല്ലെ? അവർ സന്ധ്യാസമയങ്ങളിൽ നമ്മളാണ് ദീനനുസരിച്ച് ജീവിക്കാത്തത്. അവര് പള്ളിയിലെ ബാങ്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അവര് ക്ഷേത്രത്തിന്റെ മുമ്പിൽ തുളസിത്തറയിൽ ചെന്ന് അവര് വിളക്ക് കത്തിച്ചിട്ട് ഓം സദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ ഓം സദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ എന്ന് പറഞ്ഞ് അവരുടെ ഓംകാര പ്രാർത്ഥന. ഓം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? എന്താണ്? ആ ഉ മ, അതാണ് ഓം. ആ എന്ന് പറഞ്ഞാൽ അജയ്യൻ, ഉ എന്ന് പറഞ്ഞാൽ ഉദ്ധാരകൻ, മ എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുന്നവൻ. അജയ്യനാരാണ്? ദൈവം.
അവര് പറയുന്നു അവരുടെ ദൈവത്തെ, നമ്മൾ പറയുന്നു അല്ലാഹ്. രണ്ടു കൂട്ടരും പറയുന്നു അജയ്യൻ ദൈവമാണ്, ഉദ്ധാരകൻ ഒരാളെ ഉദ്ധരിക്കുന്നവരാണ്, ദൈവമല്ലാതെ മറ്റാരാണ്, അവസാനം മരിപ്പിക്കുന്നതും ദൈവം. ആ ഊമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തൗഹീദാണ് പ്രിയപ്പെട്ടവരെ. എന്നും പറയുന്ന ആളെ നമ്മുടെ കല്യാണ ലെറ്ററിന്റെ മുകളിൽ ഈ പിറ മാറ്റിട്ട് ഇതുകൊണ്ട് അടിക്കണമെന്നില്ല ഈ പറയുന്നത്. അവരത് പറയുമ്പോ നമ്മൾ പറയണ ശരിയാണ്. അവർക്ക് അവരവരുടെ വിശ്വാസം, ഹൈന്ദവ സഹോദരനെ നമ്മൾ തള്ളിപ്പറയണ്ട, ക്രൈസ്തവനെ തള്ളിപ്പറയണ്ട. നമ്മൾ പഠിച്ച ആശയം, നമ്മൾ ആദർശം, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത, ഇവിടെ നാനാത്വത്തിൽ ഏകത്വമാണ്. ആർക്കും ആരുടെയും മതമനുസരിച്ച് ജീവിക്കാം. ഒരു കവലയിൽ ക്രിസ്ത്യാനിയും ഹൈന്ദവനും മുസൽമാനും സന്തോഷത്തോടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ മുസ്ലിം പള്ളിയിൽ പോകുന്നു. ക്ഷേത്രത്തിന്റെ പൂജാരിയുടെ മുമ്പിൽ നേർച്ചയുടെ സമയമെത്തുമ്പോൾ ഹൈന്ദവൻ അങ്ങോട്ട് പോകുന്നു. സൺഡേ സ്കൂളിലാണെങ്കിൽ ഞായറാഴ്ചകളിൽ പള്ളിയിലേക്ക് പാവപ്പെട്ട ക്രൈസ്തവ സഹോദരൻ പോകുന്നു. എന്നിട്ട് 3 പേരും ആ കവലയിൽ വീണ്ടും ഒരുമിക്കുന്നു. എത്ര ആനന്ദമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് നടക്കുന്ന ഒരു കാര്യം, മറ്റയാള് ക്രിസ്ത്യൻ പള്ളിയിലും പോകും, ഇയാള് ഹൈന്ദവ ചർച്ചിലും ക്ഷേത്രത്തിലും പോകും, നമ്മള് ഈ പിന്നെ ബാറിലും പോകും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദീനനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ് നമ്മെ അല്ലാഹു തആല ചില രീതികളിലൂടെ പരീക്ഷ കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മളൊന്ന് ക്ലിയർ ആവും. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടില് ഒരു രോഗി ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ഏത് സമുദായത്തിൽപ്പെട്ടവനാകട്ടെ, ആ രോഗിയുടെ മുമ്പിൽ ചെന്ന് അവനെ ഒന്ന് പരിചരിച്ച് ആ രോഗിക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും ഒരു രോഗസന്ദർശനം നടത്തി കഴിഞ്ഞാ 60 കൊല്ലത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു ആട്ടിയകറ്റുമെന്നാണ്. നരകത്തിൽ നിന്ന് 60 കൊല്ലത്തെ വർഷം അല്ലാഹു തആല 60 വർഷത്തെ വഴിദൂരം അല്ലാഹു അവനെ മാറ്റുന്നതാണ്. അറിയണോ പ്രിയപ്പെട്ടവരെ, അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അധ്യാപകരുടെ കൂട്ടി നോക്കി നാളെ സ്കൂളിൽ പോകാൻ പറ്റൂല, ബുദ്ധി മരവിച്ചു പോകും. അവിടത്തെ ഒരു ദിവസം, ഇവിടത്തെ 50,000 വർഷം. അങ്ങനത്തെ 60 കൊല്ലം അല്ലാഹു തആല, 60 കൊല്ലത്തെ വഴിദൂരം അല്ലാഹു തആല എന്ത് ചെയ്യും? നരകത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തുമെന്നാണ്. എന്ത് ചെയ്താൽ? ഒരു രോഗിയെ ഒന്നുകൂടി ചെന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്നു. ഇത് കള്ളമല്ല. നമ്മുടെ ഇബാറത്തുകൾ കൊണ്ട് നമുക്ക് എവിടെ എത്തിപ്പെടാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ? നമുക്ക് എവിടെ എത്താനാണ്? നമ്മുടെ ഇബാറത്തുകൾ കൊണ്ട് എങ്ങും നമ്മൾ എത്തിച്ചേരൂല. ഏത് സമയത്തും അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന സൂഫിയാക്കളായ പണ്ഡിത വരേണ്യന്മാരുടെ ജീവിതത്തിന്റെ ചരിത്രത്തോട് നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്യുമ്പോ, കമ്പയർ ചെയ്യുമ്പോ നമുക്ക് ഒരിക്കലും സ്വർഗം കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് അല്ലാഹു നരകത്തിൽ നിന്നുള്ള മോചനം തരുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള കൊച്ചു കൊച്ചു പൊടിക്കൈകൾ കൊണ്ടാണ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒളുവോട് കൂടിയിട്ട് പോകണം. പോയാൽ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോകണം. അവിടെ ചെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അവന്റെ നെറ്റിയിൽ കൈവച്ചിട്ട് നമ്മൾ സുഖമുണ്ടോ എന്ന് ചോദിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ രണ്ടാമത്തെ ചോദ്യത്തിനും സിദ്ദീഖ് പറഞ്ഞു, എനിക്ക് നോമ്പുണ്ട്, ഞാൻ രോഗി സന്ദർശിച്ചിട്ടാണ് കടന്നു വന്നത്. മൂന്നാമത് റസൂലുള്ള ചോദിക്കുകയാണ്, ഹൽ മിൻകും അഹദൻ അത്അമൽ യൗമ മിസ്കീനാ, ഹൽ മിൻകും അഹദ അത്അമൽ യൗമ മിസ്കീനാ. നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് പാവപ്പെട്ട അഗതിക്ക് ഭക്ഷണം കൊടുത്തിട്ടാണോ വന്നത്? ആരെങ്കിലും ഇന്ന് ഭക്ഷണം കൊടുത്തോ? ചോദിക്കുന്ന ഇശാക്കല്ല, മഗ്രിബിനല്ല, അസ്റിനല്ല, ളുഹറിനല്ല. റസൂലുള്ള ചോദിക്കുന്നത് ഏത് വകട്ടാ? സുബ്ഹിക്കാണ്. അല്ലാഹുവേ, സുബ്ഹിന്റെ ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുക്കുമ്പോ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി കടന്നു വന്ന സഹാബത്തിനോട് ആദരവായ പ്രവാചകൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് അഗതിക്ക് ഭക്ഷണം കൊടുത്തിട്ടാണോ വന്നത്? മിസ്കീന് ഭക്ഷണം കൊടുത്തിട്ടാണോ വന്നത്? ആരുണ്ട് ഭക്ഷണം കൊടുക്കാനെന്ന് ചോദിച്ചപ്പോ സഹാബത്ത് പറയുന്നു, നബിയേ സുബ്ഹിയല്ലേ ആയുള്ളൂ. ഞങ്ങൾ ഉണർന്നിട്ട് പല്ല് തേച്ച്, നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധീകരിച്ച്, നിങ്ങൾ ഉളവടത്തെ പള്ളിയിൽ വന്നല്ലേ ഉള്ളൂ നബിയേ.
നേരം വെളുത്തല്ലേ ഉള്ളൂ, ഉച്ച കഴിയട്ടെ, 10 മണി കഴിയട്ടെ, നമ്മുടെ ദിവസത്തിന്റെ കുറച്ചു മണിക്കൂറുകളെ യാമങ്ങൾ അങ്ങ് കഴിയട്ടെ എന്ന് പറഞ്ഞ സഹാബത്ത് ഓരോരുത്തരും പറയുമ്പോ അതിൽ നിന്നും ഒരാൾ എഴുന്നേൽക്കുകയാണ്. മറ്റാരുമല്ല, സിദ്ദീഖുൽ അക്ബർ. എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, അനയാ റസൂലല്ലാഹ്, ഞാനൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടാ സുബഹി നിസ്കാരത്തിന് വന്നത്. മറക്കല്ല മുസ്ലിം ചെറുപ്പക്കാരാ, മറക്കല്ല പെങ്ങള്, നോമ്പ് പിടിക്കുന്ന ഒരു ദിവസത്തില് അതുപോലെ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്ന ദിവസമാണ്, അതുപോലെ ഏതെങ്കിലും രോഗിയെ സന്ദർശിക്കുന്ന ദിവസമാണ്. മൂന്നാമത് റസൂലുള്ളാഹി പറഞ്ഞതാണ്, അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, നബിയേ, ഞാൻ ഇങ്ങോട്ട് പള്ളിയിലോട്ട് വരാൻ നേരത്ത് പള്ളിയുടെ മുമ്പിൽ ഒരു സാധുവായ സഹോദരൻ കൈനീട്ടുകയാണ്. അവന്റെ കണ്ണ് കുടിഞ്ഞിരിക്കുന്നു, കവള് കുടിഞ്ഞിരിക്കുന്നു, എല്ലും തീരിക്കുന്നു, വയറൊട്ടിയിരിക്കുന്നു. അവന് സാധുവാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല, അവന് പാവപ്പെട്ടവനാണ്, അഗതിയാണ്, അവനൊരു നേരത്തെ ഭക്ഷണം കിട്ടി കാണില്ല നബിയേ. ഞാൻ നോക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ രോഗസന്ദർശനം നടത്തിയിട്ടാണ് വന്നതെന്ന്. അങ്ങനെ ഞാൻ രോഗസന്ദർശനം നടത്തിയപ്പോ മഹാനായ അബ്ദുറഹ്മാന്റെ കയ്യിൽ റൊട്ടി ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് റൊട്ടി വാങ്ങിയിട്ട് ഈ സാധുവിന് കൊടുത്തു നബിയേ. ഒരു സാധുവിന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടാണ് സുബഹിന് പള്ളിന് വന്നത്. ആ റൊട്ടി വാങ്ങിയിട്ട് ഈ സാധുവിന് ഞാൻ കഴിക്കാൻ കൊടുത്തു നബിയേ. ആ സമയത്ത് റസൂലുള്ളാഹി അത്ഭുതപ്പെടുകയാണ്, സഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. ലോകാത്ഭുതങ്ങൾ എഴുതിയവരെ, നിങ്ങൾക്ക് പിഴച്ചുപോയി. ലോകാത്ഭുതങ്ങൾ എഴുതിയവരെ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ലോകാത്ഭുതങ്ങളിൽ ഒന്നെഴുതേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മനുഷ്യരോട് മര്യാദയോടെ പെരുമാറിയ, മനുഷ്യനോട് കാരുണ്യത്തിന്റെ തിരുനോട്ടം നോക്കിയ, ജനങ്ങളോട് ഇടപെടുന്ന ഇടപാടുകളിൽ മോശപ്പരം കാണിക്കാത്ത നക്ഷത്ര തുല്യരായ സ്വഹാബ കിറാമിന്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ആദം നബി തൊട്ടെണ്ണിയിട്ട് റസൂലുള്ളാഹി വരെയുള്ള അംബിയാ മുർസലീങ്ങളെ കഴിഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠനാരാണ്? ലോകത്തുള്ള എല്ലാവരുടെയും ഈമാനെടുത്ത് തുലാസിന്റെ ഒരു തട്ടില് വെച്ച ഉമറിന്റെയും ഉസ്മാന്റെയും അലിയുടെയും തൊൽഹപ്പിന്റെയും സഈദിന്റെയും സഈദിന്റെയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെയും അബൂബൈദത്ത് ബിൻ ജറാഹിന്റെയും സഹാബത്തിന്റെയും ഖുലഫായികളുടെയും മറ്റ് എല്ലാവരുടെയും ഈമാനെടുത്ത് തുലാസിന്റെ ഒരു തട്ടില് വെച്ച് കഴിഞ്ഞാൽ തീരുന്നില്ല. മുഴുവൻ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെയും അഹ്മദ് അൽ കബീർ റിഫായിയുടെയും ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരിയുടെയും ഈമാനെടുത്ത് ഒരു തട്ടിലങ്ങ് വെച്ച് കഴിഞ്ഞാ സഹോദരങ്ങളെ, ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈമാൻ ധാരാളമുണ്ടെന്ന് ഞാനും നിങ്ങൾ അഭിമാനിക്കുന്ന മഹാന്മാരായ സഹാബ, മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടല്ലോ, ആരിഫീങ്ങളുണ്ടല്ലോ, സ്വാലിഹീങ്ങളുണ്ടല്ലോ. അവിടെ ഈമാനെടുത്ത് ഒരു തട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരല്ലാത്ത മുഴുവൻ മനുഷ്യന്റെയും ഈമാനെടുത്ത് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് മറുതട്ടിൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനെടുത്ത് വെച്ച് കഴിഞ്ഞാ വല്ലാഹി 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 അബൂബക്കറിന്റെ ഈമാനിന് ഭാരം തൂങ്ങുക, അബൂബക്കറിന്റെ ഈമാനിന് ഭാരം തൂങ്ങുക. ലോകത്തെ ഏറ്റവും വലിയ ഈമാനിന്റെ ഉറവിടമേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവൻ എഴുന്നേറ്റ് പറയുകയാണ്, നബിയേ, ഞാനിന്ന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ട് നിസ്കരിക്കാമെന്നവനാ, ഞാനിന്ന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ട് നിസ്കരിക്കാമെന്നവനാ. എവിടെ എന്റെ ചെറുപ്പക്കാരാ? ദീനിനെ കളവാക്കുന്നവനാരാ? പരലോകത്തെ കളവാക്കുന്നവനാരാ? അള്ളാന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പള്ളി പറയുന്നവനാരാ? പേടിക്കണ്ട, മടിക്കണ്ട, പറഞ്ഞു കൊടുക്കുക. അല്ലാഹ് പറഞ്ഞല്ലോ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീ. ആരാണ് ഉടമസ്ഥനായ അല്ലാഹുവിന്റെ ദിവസത്തിന്റെ വിധി നിർണയത്തിന്റെ ദിവസത്തിന്റെ ആ ദിവസത്തെ പറ്റിയിട്ട് കളവ് പറയുന്നവനാരാ? അതിനെ കളവാക്കുന്നവനാരാ? അല്ലാഹ് പറയുന്നു, അലാ അല്ലദീ യദ്ഉൽ വലാ യഹുല്ലു അലാ ദുആബിൽ മിസ്കീൻ. അനാഥനെ തള്ളി പറയുന്നവന്, അഗതിക്ക് ഭക്ഷണം കൊടുക്കുന്നവനെ പ്രേരിപ്പിക്കാത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നവൻ,
ദീനിനെ കളവാക്കുന്നവൻ, പരലോകത്തിന്റെ ദിവസത്തിനെ പറ്റിയിട്ട് മോശമായ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നവൻ, നടുറോഡിൽ വെള്ളമടിച്ച് കിടക്കുന്നവനല്ല, മറ്റുള്ളവന്റെ കൂടെ കൈപിടിച്ചു ഓടുന്നവളല്ല. മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീ യദുഉൽ യതീം, അനാഥനെ തള്ളിപ്പറയുന്നവനാണ്. അല്ലദീ യദുഉൽ യതീമ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവനാണ്. അപ്പോ കൊടുക്കുന്നവനെ തടയുന്നവന്റെ ശിക്ഷ എന്താണ്? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ നോക്ക്, നമ്മുടെ പരിപാടികളിലൊക്കെ നമ്മളിപ്പോ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലേ? ചാപ്പാട് കൊടുക്കുന്നതിനെ പറ്റിയും ആഹാരം കൊടുക്കുന്നതിനെ പറ്റിയും. ഞാൻ ചോദിക്കട്ടെ, ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ഇവിടെ ക്ഷേത്രമില്ലേ തങ്ങളെ? ഉണ്ട്, തൊട്ടടുത്ത് ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ എത്രയോ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. ഉത്സവങ്ങൾ നടക്കുന്ന ആ ക്ഷേത്രത്തിൽ അവരുടെ നോട്ടീസ്, അവരുടെ പ്രോഗ്രാം നോട്ടീസ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായി അവര് കാണുന്നത് ഏതാണ്? നിങ്ങൾ പറയും. ആ നോട്ടീസ് എടുത്ത് പരിശോധിച്ചാൽ ക്ഷേത്ര ചടങ്ങുകൾ, ആ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആരാധനാക്രമങ്ങളിൽ അവര് പ്രാധാന്യങ്ങൾ കൽപ്പിക്കുന്ന, പ്രാമുഖ്യം കൊടുക്കുന്നത് ഏത് പുണ്യത്തിനാണ്? നിങ്ങളത് പറയും, എങ്കിലേ അത് നമ്മുടെ വിഷയം പൂർത്തിയാവും. അന്നദാനം. മലയാളത്തിലും തമിഴിലും കന്നഡയിലും ഏത് സംസ്ഥാനത്തിലാണെങ്കിലും, കാസർഗോഡും ഈ കണ്ണൂരും തിരുവനന്തപുരത്തും ഒക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ഹൈന്ദവര് പ്രാമുഖ്യം കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നതിനാണ്. എന്താ കാര്യം? അഥർവവേദമാകട്ടെ, യജുർവേദമാകട്ടെ, ഭഗവത്ഗീതയാകട്ടെ, മനുസ്മൃതിയാകട്ടെ, രാമായണമാകട്ടെ, അവരുടെ പുരാണങ്ങൾ പരിശോധിച്ചാൽ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മാഹാത്മ്യം, മഹത്വം അവരെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? എന്താണ്? ഒരൊറ്റ കാര്യം മാത്രമാണ്. ഗജടരംഗ സഹസ്രമ ഗോകുലമോ കൊടിദാനം ഖനകരചിത പാത്രം മേദിനി സാഗരാണ്ടം ഉദയകുല വിശുദ്ധമു കോടി കന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. എന്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് ക്ഷേത്രമുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഹൈന്ദവരുണ്ട്. ഞാൻ പറയുന്നു, സംസ്കൃതം പഠിച്ചവർക്കറിയാം, ഗജതരംഗ സഹസ്രം, 1000 കുതിരകളും 1000 ആനകളും, ഗോകുലം കൊടിദാനം, 1 കോടി പശുക്കൾ, ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം, ഉന്നത കുലജാതരായ 1 കോടി പെണ്ണുങ്ങളും. ഉന്നത കുലജാതര എന്ന് പറഞ്ഞാൽ ആരും തൊട്ടിട്ടുണ്ടാവാൻ പാടില്ല, കണ്ടിട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞത് ഹൂർലിങ്ങൾ എന്നാണ്. ദർശന സ്പർശന വിധേയമാകാത്ത പെണ്ണുങ്ങൾ 1 കോടി. തീരുന്നില്ല. കനകരചിത പാത്രം മേദിനി സാഗരാന്തം, കനകരചിത പാത്രം, ഒരുപാട് സ്വർണ പാത്രങ്ങൾ. മേദിനി സാഗരാന്തം, സമുദ്രത്തോളം ഭൂമി. അപ്പൊ എന്തൊക്കെയാ? സമുദ്രത്തോളം ഭൂമി, കുറെ സ്വർണപാത്രങ്ങൾ, 1 കോടി പശുക്കൾ, 1 കോടി പെണ്ണുങ്ങൾ, 1000 കുതിരകൾ, 1000 ആനകൾ. ഇതെല്ലാം കൂടി ഒരു സമ്പന്നൻ ഒരു പാവപ്പെട്ടവന് കൊടുക്കുന്നു. എന്നാൽ അവന് കിട്ടുന്ന പുണ്യം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഉച്ച സമയത്ത് പൊരിവെയിലത്ത് വയറുമായിട്ട് കടന്നു വരുന്ന പാവപ്പെട്ടവന് വാഴകല വെട്ടിയിട്ട് പച്ചരിച്ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ചവെള്ളവും കുടിക്കാൻ കൊടുക്കുന്നതിന് കിട്ടുന്ന പുണ്യം ഈ പറഞ്ഞതിന് കിട്ടൂല എന്ന് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പുണ്യം 1 കോടി പെണ്ണുങ്ങളെയും 1 കോടി പശുക്കളെയും 1000 ആനയും 1000 കുതിരയും ഒരുപാട് സ്വർണ്ണപാത്ര സമുദ്രത്തോളം ഭൂമിയും കൊടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ പുണ്യം അല്പനേരം ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ കൊടുക്കുന്നതിന്, ആ കൊടുക്കുന്ന പുണ്യം ഈ പറയപ്പെട്ടതിന് കിട്ടില്ല എന്ന് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുകയാണ്. ശരിയല്ലേ സഹോദരങ്ങളെ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വക ഇന്ന് ദൂരദർശിനി വെച്ചിട്ട് ഇങ്ങനെ ആളുകൾ 4 ഭാഗത്തേക്ക് നോക്കുക. എന്താണ്? പാവങ്ങൾ എവിടെയെന്ന് നോക്കി, പാവങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദൂരദർശിനി വെച്ചിട്ട് ഇങ്ങനെ കണ്ണിൽ വെച്ചിട്ട് 4 ഭാഗത്ത് നോക്കുന്നു. ഇവന്റെ കൊടവയറിനടിയിൽ പാവപ്പെട്ടവനെ ഭിക്ഷാപാത്രവുമായിട്ട് നിൽക്കുന്നു. അത് കാണാൻ അവന്റെ ദൂരദർശിനിക്ക് കഴിയുന്നില്ല. ശരിയല്ലേ? ദൂരദർശിനി വെച്ചിട്ട് ദൂരോട്ടാ നോക്കുന്നത്. അപ്പോഴും അവന്റെ കൺമുമ്പിൽ അവന്റെ കൊടവയറിനടിയിൽ പാത്രം നീട്ടിയിട്ട് പാവപ്പെട്ടവർ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു, കൊടുക്കുന്നില്ല. ഇന്ന് നമ്മൾ എല്ലാം പ്രഹസനത്തിന് വേണ്ടിയായി. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? 100 രൂപ പോക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങിയ ചെറുപ്പക്കാരൻ വഴിയരികിൽ ഒരു കൈക്കുഞ്ഞുമാകിട്ട് ഒരു തള്ള യാചിക്കുന്നു ഭക്ഷണം വാങ്ങാൻ വേണ്ടി.
അവന് സങ്കടം തോന്നി. അവൻ ഓടി 100 രൂപ കൊണ്ട് ചെന്നിട്ട് നെറ്റിന്റെ കാർഡ് വാങ്ങിയിട്ട് അവന്റെ മൊബൈൽ അത് കൂപ്പൺ ചാർജ് ചെയ്തു. എന്നിട്ട് നേരെ തിരിച്ചു വന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് ഫേസ്ബുക്കിൽ അതിനെ പോസ്റ്റ് ചെയ്തിട്ട് 1 മണിക്കൂറിനകം 500 ലൈക്ക് കിട്ടി. അതിനിടയിൽ അവനൊരു കമന്റ് എഴുതി, എന്താണ്, കണ്ണുണ്ടായാൽ മാത്രം പോരാ, തുറന്ന് കാണണമെന്ന്. അവൻ 1 മണിക്കൂർ കൊണ്ട് 500 ലൈക്ക് കിട്ടിയതിന്റെ അഭിമാനം അവനുണ്ടാകുമ്പോഴും ആ 100 രൂപ കഴിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ അവര് ഭക്ഷണം കഴിച്ച് ഒരു നേരത്തെ ഭക്ഷണം അവരുടെ പള്ളയിൽ കിട്ടിയേനെ. ഇന്നാരും ഇത് ചെയ്യാറില്ല. ഇന്ന് ആരും അത് ചെയ്യാറില്ല. എന്റെ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൈന്ദവനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിം ആകട്ടെ, മതമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, ഇസ്ലാം പഠിപ്പിച്ചത് എന്താ? ഞാൻ തുറന്നു പറയാൻ, ഇസ്ലാം പഠിപ്പിച്ചത് എന്താണ്? 50 ഹജ്ജ് ചെയ്ത ഹാജിയാര്, തൊട്ടപ്പുറത്ത് താമസിക്കുന്നവൻ RSSന്റെ പ്രവർത്തകനാണ്. ഞാൻ തുറന്നു പറയാൻ, ആ RSSന്റെ പ്രവർത്തകൻ വയറ് നിറച്ച് ഭക്ഷണം, അവൻ പട്ടിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇപ്പുറത്ത് 50 ഹജ്ജ് ചെയ്ത ഹാജിയാര് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ആദരവായ പ്രവാചകൻ പറഞ്ഞു, എന്റെ പൊന്നു ഹാജിയാരെ, നിങ്ങൾ 50 ഹജ്ജിന്റെ 1 കോടി രൂപ നഷ്ടപ്പെട്ടു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി വഹുവ യഅലം. അറിഞ്ഞുകൊണ്ട് അയൽക്കാരെ പട്ടിണി കിടക്കും അറിഞ്ഞുകൊണ്ട് വയറ് നിറച്ച് മൃഷ്ടാന്ന ഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം ചേർക്കണം. നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ വേണ്ടി മാത്രമേ ഇറച്ചി വാങ്ങിയുള്ളൂ, മീൻ വാങ്ങിയുള്ളൂ. വിഷമിക്കണ്ട, വെള്ളം ഉണ്ടല്ലോ ടാപ്പില്, തുറന്നങ്ങോട്ട് വിട്ടേക്ക്. അങ്ങനെ വിട്ട് ആ വെള്ളം നിറച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് അയൽവക്കത്തൂടെ കൊടുക്കണം. ഇത് സുന്നത്താണ്. ഈ സുന്നത്ത് എടുക്കാൻ ഒരു കൂട്ടര് മാത്രമേ ഉള്ളൂ. ആരാ? ഹോട്ടലുകാർ മാത്രം. വെള്ളം ചേർക്കാൻ വേറെ ആരായി സുന്നത്ത് എടുക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഭക്ഷണം കൊടുക്കാനുള്ള ഒരു മനസ്സിന്റെ, നിങ്ങൾക്കറിയുമോ, ഒരു ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബാക്കളും ഒത്ത് റസൂലുള്ളാഹി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സാധു വന്നിട്ട് വയറ് പൊത്തി കാണിക്കാൻ. ഒരു സാധു വന്നിട്ട് വയറ് പൊട്ടി കാണിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ആ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഭാര്യയുടെ വീടനാണ്, തൊട്ടപ്പുറത്ത് എന്റെ ഭാര്യയാണ്, അതും എന്റെ ഭാര്യയാണ്, അപ്പുറത്തെ വീടും എന്റെ ഭാര്യയാണ്. ഓരോ വീട്ടിലും റസൂലുള്ളാഹി അദ്ദേഹത്തെ പറഞ്ഞു വിട്ട് ചെല്ലുമോനെ, എന്നിട്ട് ആ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ ചോദിക്ക്, അവര് തരട്ടെ, നീ കഴിക്കുമെന്ന് പറഞ്ഞവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ ഓരോ വീടിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അകത്ത് ചെന്നിട്ട് പാത്രമെടുത്തിട്ട്, തോൽപാത്രമെടുത്തിട്ട് കമഴ്ത്തി കാണിച്ചു കൊടുക്കുകയാണ്. ആ സഹാബാക്കളുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വീട്ടില്, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നിമാരുടെ വീട്ടില്, ഒരു വീട്ടിൽ പോലും ഒരു ഈത്തപ്പഴത്തിന്റെ കീറ് പോലും ഇല്ലാത്ത സാഹചര്യത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തുൻ നബവിയിൽ മടങ്ങി വന്ന പാവപ്പെട്ട വിശം തൊട്ടിയ വയറുമായി വന്ന ഏതോ ഒരു നാട്ടുകാരനല്ലാത്ത അന്യനാട്ടുകാരനായ പാവപ്പെട്ടവനെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് മുസ്തഫായ നബി തങ്ങൾ മദീനത്തുൻ നബവിയുടെ പള്ളിക്കകത്ത് വെച്ച് ചോദിച്ചു, ഇന്ന് ആരാണ് ഇയാളെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക? ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി സബ്ദ് കൊടുക്കാൻ തയ്യാറുള്ളതാരാണ്? ആ സമയത്ത് ഇരിക്കുന്ന ഒരു സഹാബിയുടെ വീട്ടിലും ഭക്ഷണമില്ല. അവരൊക്കെ പട്ടിണി കിടക്കുന്നവരാണ്. വയറ്റത്ത് കല്ലുകൾ വെച്ച് കെട്ടിക്കിട്ട് മുണ്ടിറുക്കി ഉടുത്തിട്ട് വന്നവരാണ്. പക്ഷേ റസൂലുള്ള ചോദിച്ചതല്ലേ, പുണ്യം എനിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം നബിയെ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവന്റെ കൈ പിടിച്ചിട്ട് സ്വന്തം ഭവനത്തിലോട്ട് വന്നു. ആ പാവപ്പെട്ട സഹോദരൻ വീടിന്റെ ഉമ്മറത്തെത്തുന്നതിന് മുമ്പ് ഈ അബൂ ത്വൽഹ ഓടി വന്നിട്ട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ടവളെ, ഇന്നെന്താ വീട്ടിലുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി ചോദിക്കുകയാണ്, ഇതിനകത്ത് എന്തുണ്ടെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല, ഇന്ന് ഞാനും നിങ്ങൾ പട്ടിണി കിടക്കാനുള്ളതാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ആ സഹാബി പറഞ്ഞത്, എന്നാൽ മക്കളെ എന്തെങ്കിലും പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് അവരെ ഉറക്ക് പെട്ടെന്ന് ഇന്നില്ലെന്ന് പറ, അല്ലെങ്കിൽ ശരിയാകുന്നു എന്ന് പറഞ്ഞിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെറുതെ കൈ കൊണ്ട് ഇളക്ക്, എന്നിട്ട് അവരെ ഉറക്കിക്കിടത്ത്. പാവപ്പെട്ട ഒരു സഹാബിയുമായിട്ടാ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നത്, അവന് കൊടുക്ക. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ, അതല്ലേ മര്യാദ? പക്ഷെ നമുക്ക് ഭക്ഷണം എവിടെ? അതൊന്നും വിഷമിക്കണ്ട, ഭക്ഷണം എടുത്തു വെക്കാൻ പറഞ്ഞു. പാവപ്പെട്ട അതിഥിയെ വിളിച്ചുകൊണ്ട് മുന്നിലിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അയാളെ കണ്ണു കാണിച്ചു നിങ്ങളുടെ കൂടെ ഇരിക്കാൻ. ആ സമയത്ത് ഭർത്താവ് അബൂ ത്വൽഹ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ പാപ്പപ്പിലോട്ട് കൈവെക്കുന്ന സമയത്ത് നീ പതുക്കെ വെണ്ണ വിളക്ക് ശരിയാക്കുന്നതിന്റെ മോഡലിൽ ആ വിളക്കങ്ങ് കെടുത്തിക്കളയുക. ആ പാവപ്പെട്ട
ഭാര്യ കത്തിച്ചു വെച്ചിരിക്കുന്ന എണ്ണവിളക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭർത്താവ് പാത്രവുമായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ കെടുത്തിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു എണ്ണ തീർന്നതിന്റെ പേരിൽ വിളക്കണഞ്ഞു പോയി എന്ന്. രണ്ടുപേരും ഭാര്യയും ഭർത്താവ് കഴിക്കുന്നത് പോലെ അഭിനയിച്ചു. തൊട്ടപ്പുറത്തിരിക്കുന്ന പാവപ്പെട്ട അതിഥിയായ സഹോദരന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. മക്കൾക്കുള്ള ഭക്ഷണം അദ്ദേഹം കഴിച്ചിട്ട് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. അദ്ദേഹത്തെ യാത്രയാക്കിയിട്ട് പാതിരാത്രി വിഷം നെട്ടി വയറുമാകിട്ട് കിടന്നുറങ്ങി. നേരം വെളുത്ത് സുബഹിന്റെ ബാങ്ക് കേട്ടപ്പോൾ മദീനത്തുൻ നബവിയിൽ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടി അബൂ തുൽഹ വന്ന് നിസ്കാരം കഴിഞ്ഞു. അതിനുശേഷം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് അബൂ തുൽഹ സലാം പറയാൻ വന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് നബിയുടെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞ് മുസാഫഹ ചെയ്തിട്ട് പോകുന്ന പതിവാ. അങ്ങനെ അബൂ തുൽഹ വന്ന് സലാം പറയുന്ന സമയത്ത് ആദരവായ പ്രവാചകൻ പറയുകയാണ്, അബൂ തുൽഹ ഇന്നലത്തെ രാത്രിയിൽ നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാ. ഇന്നലത്തെ പാതിരാത്രിയിൽ നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാ. ഇന്നലത്തെ ദിവസത്തിന്റെ അല്ലാഹുവിന് വേണ്ടി നീ ചെയ്ത ആരാധന അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മഹാനായ റസൂലുള്ളാഹി അബൂ തുൽഹയ്ക്ക് വേണ്ടി അല്ലാഹു ഇറക്കി ആയത്ത് ഓതി കൊടുക്കുകയാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തം ആഗ്രഹമുണ്ടായിട്ട് സ്വന്തം ആവശ്യമുണ്ടായിട്ടും മറ്റുള്ളവന് മുൻഗണന കൊടുത്തവനെ, മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തവനെ, നിനക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് സൂറത്തുൽ ഹശ്റിലെ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുമ്പോ ചോദിക്കട്ടെ സഹോദരങ്ങളെ, പാവപ്പെട്ടവന്റെ വിശപ്പറിഞ്ഞ എത്ര പേരെന്റെ മുമ്പിലുണ്ട്? പോരാ പ്രിയപ്പെട്ടവരെ, പോരാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യനിസ്കാരം കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട, നോമ്പ് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട, ഹജ്ജ് കൊണ്ട് റബ്ബിന്റെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷ വേണ്ട. അയൽക്കാരന്റെ വിഷമം അറിയണേ. ഹൈന്ദവനാകട്ടെ മുസ്ലിമാകട്ടെ, മനുഷ്യനാണോ, പച്ചക്കരലുള്ള മനുഷ്യനാണോ, ജീവനുള്ള മനുഷ്യനാണോ, അവന്റെ വിശപ്പിന്റെ വിളിയാളം അറിയാത്ത മുസ്ലിമേ, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗമില്ലെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് മൂന്നാമത് ചോദിച്ചു, ഇന്നാരാണ് അഗതിക്ക് ഭക്ഷണം കൊടുത്തിട്ട് എന്റെ മുമ്പിലെത്തിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട് നബിയെ, ഞാൻ ഇന്ന് അഗതിക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇവിടെ വന്നു. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു. നാലാമതൊരു ചോദ്യം കൂടെ ചോദിച്ചു. ഇത് പറയുന്നത് എന്തിനാണ്? ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നതിനിടയിൽ ഈ 4 പ്രവൃത്തി ചെയ്യുന്നയാൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ 11:15 ആകുമ്പോൾ നമ്മൾ ആ വിഷയം പറയും. അള്ളാഹു ചുരുക്കി ഞാൻ പറയാൻ, റസൂലുള്ളാഹി നാലാമത് ചോദിച്ചു, ആരെങ്കിലും ഈ കൂട്ടത്തിലും മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ചിട്ട് വന്നവരാരെങ്കിലും എന്റെ മുമ്പിലുണ്ടോ? ഒരു ജനാസയെ അനുഗമിച്ചിട്ട് വന്ന ആരെങ്കിലും എന്റെ മുമ്പിലുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് ചോദിക്കാൻ ആരും എഴുന്നേറ്റില്ല. കാരണം പലരും അവരെ കുറ്റപ്പെടുത്തുകയല്ല. ഇത് താരീഖ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ സമഗ്രമായി മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വളരെ പ്രവിശാലമായി, സുതാര്യമായി, സുവ്യക്തമായി, വാചാലമായി പറഞ്ഞിട്ടുള്ള വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ സഹാബത്തും അത്ഭുതത്തോടെ നോക്കിയിരിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, ഞാനൊരു മയ്യത്തിനെ പരിപാലിച്ചിട്ടാണ് ഈ സുബഹിക്ക് വന്നത്. അവരങ്ങനാണ്. നമ്മളാണെങ്കിലോ? ഞാൻ ചോദിക്കട്ടെ, ഈ പാതിരാത്രി മുഴുവനും ഫേസ്ബുക്ക് മുഴുവനും, അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ മതി, ഫേസ്ബുക്ക് മുഴുവനും ആ വിഷയങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാവുന്ന സമയം അത്രയും, അല്ലെ? ഇപ്പോ 300 ആളുകളെയുമായിട്ട്, ജീവനക്കാരും അല്ലാത്തവരുമായ 300 ആളുകളെയും കൊണ്ട് ദുബായിൽ വെച്ച് കത്തിയമർന്നുപോയ എമിറേറ്റ്സിന്റെ വിമാനം, ആ വിമാനത്തിൽ നിന്ന് 90 സെക്കൻഡ് കൊണ്ട് 300 പേരും പുറത്തിറങ്ങിയെന്നാണ്. ശരിയാണ്. ആ സമയത്ത് 20 രാജ്യങ്ങളിലുള്ള ആളുകളാണ് തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയർന്ന വിമാനത്തിലുണ്ടായത്. 20 രാജ്യത്തിൽ നിന്നുള്ള ആളുകൾ. ഈ 20 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ 19 രാജ്യക്കാരും പുറത്തിറങ്ങിയപ്പോ ഇന്ത്യക്കാരിലുള്ള മലയാളികൾ മാത്രം എന്ത് ചെയ്തു? ലഗേജ് പറക്കിക്കൊണ്ട് നിൽക്കുക. ഒന്നാലോചിച്ച്, നമ്മളെ കണക്കിനാക്ഷേപിക്കാൻ ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് കളിയാക്കിയിട്ടിരിക്കുന്നു. ഈ എമിറേറ്റ്സിന്റെ വിമാനം കത്തിയപ്പോ നഷ്ടപ്പെട്ടത് അവലോസ് ഉണ്ടാ 10 കവർ, ഏത്തക്ക പൊരിച്ചത് 7 കവർ, അല്ലെ? ഭാര്യ കൊടുത്തു വിട്ടതാണ്. കത്തി അമർന്നിട്ട്
അതിന്റെ ലാൻഡിംഗ് ഗിയറിന് കംപ്ലൈന്റ് ഉണ്ട് എന്ന് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ സമയത്ത് തന്നെ അതിനകത്ത് അനൗൺസ്മെന്റ് പൈലറ്റ് മുഴക്കിയിട്ട് ആ എമിറേറ്റ്സിന്റെ എയർപോർട്ടിനകത്ത്, ദുബായ് എയർപോർട്ടിനകത്ത് അതിന്റെ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിട്ട് തകർന്നടിയാൻ സാധ്യതയുണ്ട് എന്ന് എമിറേറ്റ്സിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ ഒരു ദുരന്തമായി ഈ ദുരന്തം ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ ജാഗ്രതയോടെ ജാഗരൂകരായി കാത്തിരിക്കുന്ന സമയത്താണ് 19 രാജ്യക്കാരും 20 രാജ്യക്കാരിരിക്കുന്ന എമിറേറ്റ്സിന്റെ വിമാനം അതിന്റെ റൺവേയിൽ അതിന്റെ ടയറൂന്നിയ സമയത്ത് ഒരു വലിയ വിസ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് പൊട്ടിത്തെറിയുണ്ടായി. പുകപടലങ്ങൾ അകത്ത് നിൽക്കുന്നവരെ കാണാൻ പറ്റാത്ത രീതിയിൽ മൂടിയപ്പോഴും മലയാളികൾ ഉയർത്തിയിട്ട് സാധനം പറക്കൊണ്ട് നിൽക്കാൻ എന്നാലോചിച്ച് നോക്കിയേ. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു കാര്യം വന്ന, ഇപ്പോ ഫേസ്ബുക്കിൽ വളരെ കൂടുതലായുള്ള ഒരു കാര്യമാണ് ബാലകൃഷ്ണ പിള്ളക്ക് ബാങ്ക് കേട്ടിട്ട് ഉറക്കം വരുന്നില്ല. നമുക്കോ ഉറക്കം കാരണം ബാങ്ക് കേൾക്കാനും വയ്യ അല്ലെ? സുബഹിന്റെ ബാങ്ക്, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, അഗതിക്ക് ഭക്ഷണം കൊടുത്തത്, നോമ്പ് പിടിച്ചത്, അത് പിന്നെ നമുക്ക് ഒഴിവാക്കാം. ഇശാവരെ മാരിപോരുണ്ടല്ലോ, എങ്കിലും നമുക്ക് നോമ്പ്, അഗതിക്ക് ഭക്ഷണം കൊടുത്തത്, രോഗസന്ദർശനം നടത്തിയത്, വരുന്ന വഴിയിൽ മയ്യത്തും പരിപാലനം നടത്തിയിട്ട് വന്ന സുബഹിന്റെ സമയമാണ്. ചിന്തിക്കണം. നമ്മളാണെങ്കിലോ പാതിരാത്രി മുഴുവനും ഉറക്കം, പാതിരാത്രി മുഴുവനും ഉണർന്നിരിക്കുക, സുബഹിന്റെ സമയം മുഴുവനും ഉറങ്ങിക്കിടക്കുക. ഞാന് ബംഗളയിൽ പറഞ്ഞതുപോലെ എന്താണ്, ആടിന്റെ വർഗത്തിനുള്ള ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യുന്നത് ആടാണ്, മാടല്ല, പശുവല്ല. പശു നമുക്കും ഒരു വല്ലാത്ത അസ്വസ്ഥതയാണെന്നേ. ശരിയല്ലേ? പശു ഇറച്ചി നമ്മൾ കഴിക്കൂ. കടയിൽ ചെന്ന ബീഫാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വേണ്ട, മട്ടൻ മതി എന്ന് പറയും. മട്ടൻ ആഗ്രഹിച്ചിട്ടല്ല, നമ്മൾ പറയും ഇത് പോത്തൊന്നും ആയിരിക്കൂല, ഇത് പശുവല്ലോ ഒക്കെ ആയിരിക്കും എന്ന് പേടിച്ചിട്ട് നമ്മൾ തന്നെ വേണ്ടെന്ന് വെക്കുന്നവരാണ്. അത് പോട്ടെ, അത് വേറൊരു വിഷയം, അത് നമ്മുടെ ചർച്ചയേ അല്ല. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യുന്നത്, പട്ടി ആരും കശാപ്പ് ചെയ്യാറില്ല, ആടിനെയാണ്. ആടാണ് കശാപ്പ് ചെയ്യുന്നത്. ഈ ആട് അള്ളാഹു ബറക്കത്ത് കൊടുത്ത് ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പട്ടിയുടെ വർഗത്തിന് ഒരു ബറക്കത്തും ഇല്ല. പട്ടിയെ ബൈക്ക് ഇടിച്ചാൽ പോലും, ബൈക്കുകാരൻ മരിച്ചാൽ പോലും പട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, എഴുന്നേറ്റോടും. മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന, ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്ന 20% ആളുകളും പട്ടി കുറുകിനിയാടിയതാണ്. പട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവൂല, നല്ല കട്ടിയാണ് എല്ലിന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ പട്ടിക്ക് ഒരു പ്രയാസവും ഇല്ല. പട്ടി എഴുന്നേറ്റ് നല്ല ആവേശത്തോടെ ഓടുന്നു. ആ പട്ടി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ബറക്കത്ത് കുറഞ്ഞതാണ്. ആ വർഗത്തിനുള്ള ബറക്കത്ത് കൊടുത്തില്ല. എന്താ കാര്യം? പട്ടിയുടെ വർഗത്തിനുള്ള ബറക്കത്ത് കൊടുത്തില്ല, ആടിന്റെ വർഗത്തിനുള്ള ബറക്കത്ത് കൊടുത്തു. എന്താ കാര്യം? ആടിനങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഈ സമയത്ത് തിരിച്ച് വീട്ടിൽ പോയിട്ട് ആടുണ്ടെങ്കിൽ ആട്ടും പുരയിലൊന്ന് കയറി നോക്ക്. ആട് നല്ല ഉറക്കത്തിലാണ്. അയവിറക്കുക എന്ന് പറയില്ല ഇവിടെ, അയവെട്ടുക എന്നാ എന്താ പറയാ, അയവെട്ടുക. ആട് അയവിട്ടാറില്ല രാത്രി. കാരണം എന്താണ്? നല്ല ഉറക്കത്തിലാണ്. നമ്മൾ ചെന്നങ്ങോട്ട് കാലനങ്ങി കഴിഞ്ഞാൽ അത് അയവിട്ടും, കാരണം അത് ഉണരും. സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ ആട് അയവിറക്കാൻ തുടങ്ങും. എന്താ കാര്യം? ഉണർന്നു കഴിഞ്ഞു. കാരണം രാത്രി ഉറങ്ങും, സുബഹിക്ക് എഴുന്നേക്കും. ആട്. പട്ടിയോ നേരെ തിരിച്ചാണ്. രാത്രി ഫുള്ള് കറക്കുവാണ്. ബൈക്കിൽ വരുന്നവന്റെ പുറകെ ഓട്ടം, കാറിൽ വരുന്നവന്റെ മുമ്പിൽ കുരച്ചിയടക്കം. ഉറക്കമേ ഇല്ല പട്ടിക്ക്. സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ ഒരൊറ്റ ഉറക്കം. അതാണ് പട്ടി. നമ്മൾ ഏത് വിഭാഗത്തിലാണ്? രാത്രി മുഴുവനും നമ്മൾ മൊബൈലിൽ കളിച്ചുകൊണ്ടാകണം. സുബഹിന്റെ സമയമെത്തുമ്പോ ആ മൊബൈൽ അറിയാതെ നെഞ്ചത്ത് വീഴും, നമ്മൾ ഉറങ്ങുകയും ചെയ്യും. ഇതല്ലേ സംഭവിക്കുക? ഇതല്ലേ സംഭവിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ? ഈ മൊബൈൽ, ഈ വാട്സപ്പും ഈ ഫേസ്ബുക്കും IMOയും ഒക്കെ ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സഹോദരിമാരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രസകരമായി ഞങ്ങളുടെ ജില്ലക്കടുത്ത് 10 കിലോമീറ്റർ 5-7 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഒരു അത്ഭുതം നടന്നു, വാർത്തയായി. എന്താണെന്നറിയോ? 80-85 വയസ്സുള്ള ഒരു പ്രായമുള്ള മുത്തശ്ശി. ആ മുത്തശ്ശി സ്വന്തം ഭർത്താവുണ്ട്, 90 വയസ്സുണ്ട്, 85-90 വയസ്സുള്ള ഭർത്താവ്. ആ ഭർത്താവിനെ കളഞ്ഞിട്ട് വേറൊരു അപ്പൂപ്പനോടെ പൊളിച്ചോടി പോയിരിക്കുകയാണ്. എന്റെ കിടപ്പുണ്ട് ഉള്ളതായി പറയുന്നത്. അവസാനം എന്താ സംഭവിച്ചത്? ഇവളെ ഈ ചില രീതികളിൽ മാറ്റം വന്നപ്പോഴേ ഈ കളവന കാര്യം മനസ്സിലായി. വേറെ ആരുമായിട്ട് ലൈൻ ഉണ്ടെന്ന്, കമ്പനി ഉണ്ടെന്ന്. ആർക്കാ കമ്പനി അടിക്കാൻ പറ്റിയ പ്രായം? 85 കഴിഞ്ഞു.
അങ്ങനെ കമ്പനി അടിച്ച് ലൈൻ ഉണ്ടെന്ന് മനസ്സിലായപ്പോ ഇയാള് വാച്ച് ചെയ്യാൻ തുടങ്ങി, വീക്ഷിക്കാൻ തുടങ്ങി. ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നല്ല സാരിയൊക്കെ കൊടുത്തിട്ട് പുതിയതൊക്കെ കൊടുത്തിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ നീ പൊറ്റ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരുങ്ങി ഇയാൾ വേറെ വഴി കൂടെ വന്നു. വരുമ്പോ ഉണ്ട് അടുത്തുള്ള ഒരു സ്റ്റാൻഡിൽ വന്ന് ഇവളൊരു വണ്ടി കയറുകയാണ്. അദ്ദേഹം പുറത്തു നിന്ന് വണ്ടി എടുത്തപ്പോ ഇയാളും കൂടെ പുറകെ കയറി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇയാള് ആ തള്ളെ പിടിച്ചിറക്കി. ആളുകള് പ്രശ്നം ഉണ്ടാക്കി. കാരണം നമ്മൾ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി പീഡിപ്പിച്ച കാര്യമൊക്കെ കേട്ടിട്ട് ആളുകൾക്ക് സംശയമായി. അവര് ഈ സഹോദരിയെ മർദ്ദിക്കുന്ന ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആകെ പ്രശ്നം ഉണ്ടാക്കി, അങ്ങോട്ട് അടി തുടങ്ങി. ആ സമയത്ത് അയാൾ പറഞ്ഞു, ഇങ്ങനെ അടിച്ചാലും കൊന്നാലും പ്രശ്നമല്ല, എവളെ ഞാൻ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ കൂടെ ഞാൻ വിടൂല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായി. അങ്ങനെ 3 പേരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ശിക്ഷാ നടപടിയൊന്നും എടുത്തില്ല. പേരക്കുട്ടികൾ, മക്കളൊന്നും ഇവിടെ ഇല്ല, വിദേശത്തെ എവിടെയൊക്കെയാണ്, പേരക്കുട്ടികളെ മക്കളെ വിളിച്ചു വരുത്തി മര്യാദയ്ക്ക് പറഞ്ഞ് വിലക്കണമെന്ന് പറഞ്ഞിട്ട് 3 എണ്ണത്തിന് തിരിച്ചു കിട്ടി. എന്തൊരു ഗതികെട്ട കഥയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പാതിരാത്രികൾ നമ്മൾ ഉറങ്ങിക്കിടക്കണം. പകല് നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ എഴുന്നേറ്റ് ഇബാദത്തുകൾ ചെയ്യണം. പാതിരാത്രി മുഴുവനും നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. അത് മറ്റൊരു വിഷയം. അള്ളാഹു മനസ്സിലാക്കണം തൗഫീഖ് തരട്ടെ. 4ാമത് റസൂലുള്ളാഹി ചോദിച്ചു, ഫമന തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും മയ്യത്തിനെ അനുഗമിച്ചവരുണ്ടോ? മയ്യപ്പിനെ അനുഗമിച്ചവരാരെങ്കിലും എന്റെ മുമ്പിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ എല്ലാവരും മടിച്ചിരിക്കുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഉണ്ടുണ്ട് നബിയേ, അന യാ റസൂലല്ലാഹ്, ഞാൻ ഇന്നൊരു മയ്യപ്പിനെ സംസ്കരിച്ചിട്ട് വരികയാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ ആദരവായ പ്രവാചകന്റെ കണ്ണ് നിറയുകയാ. സഹാബത്തിന് അത്ഭുതം കൂറുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലായോ? ഒരു പാവപ്പെട്ട സഹോദരനെ സംബന്ധിച്ചിടത്തോളം ആ പാവപ്പെട്ടവന് മരണപ്പെട്ടു പോകുമ്പോ ഇന്ന് പലരും അവഗണിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, നിസ്കാരത്തിന് കൈകെട്ടുന്നവരെ നിന്റെ അടുക്കൽ പിശാച് വരുന്നതാണ്. അതുപോലെ നോമ്പ് പിടിക്കുന്നവരുടെ അടുക്കൽ പിശാച് വരുന്നതാ. ഹജ്ജിന് പോയാലും പിശാച് വരുന്നതാ. ഏത് ഇബാദത്ത് ചെയ്താലും പിശാച് വരുന്നതാണ്. എന്നാൽ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾ ഏകാഗ്രതയോടെ ഭയഭക്തിയോടെ റബ്ബിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇബാദത്ത് ഏതാണ്? ആകാശപ്രധാന ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ ഇബാദത്ത് മാത്രമേ ഉള്ളൂ. അതേതാ? നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ട ശരീരമൊക്കെ ചെയ്യുന്നുണ്ട്, പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷെ മനസ്സിവിടെ ആയിരിക്കൂല. നോമ്പ്, ആമാശയത്തിനും വാക്ക് നോമ്പുണ്ട്, പക്ഷെ കണ്ണിന് നോമ്പില്ല. നോട്ടം മുഴുവനും വേറെ സ്ഥലങ്ങളിലോട്ടാ. കാതിന് നോമ്പില്ല. കാരണം എന്താണ്? ഏറ്റവും നല്ല ഫിത്ന പറയാൻ പറ്റിയ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പോണ്ടല്ലോ, ആ സമയം കൂടെ കൂടുതൽ നമ്മൾ ചെവിയിലോട്ട് അടിച്ചു കയറ്റുകയാണ്. അതുപോലെ തന്നെ ഏത് പ്രവൃത്തി നമ്മൾ ചെയ്താലും അതിന് ഏകാഗ്രത ഉണ്ടാവൂല. ഒരേ ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ മുടി മുതൽ നഖം വരെയുള്ള മുഴുവൻ ശരീരത്തിന്റെ ഭാഗങ്ങളും ഒരേ ഒരു ശ്രദ്ധയിൽ പോകുന്ന ഒരൊറ്റ ഇബാദത്ത് മാത്രമേ ഉള്ളൂ. അത് മയ്യത്ത് ചുമക്കുമ്പോൾ മാത്രമാണ്. ശരിയല്ലേ? അപ്പുറത്ത് കാമുകിയാണ് വന്ന് നിൽക്കുന്നതെങ്കിലും ചുമന്നുകൊണ്ട് പോകുന്ന മയ്യത്ത് ചുമക്കുന്ന ഒരുത്തൻ അവളെ നോക്കൂല. കാരണം എന്താണ്? നാളെ ഞാൻ ഇതുപോലെ ചുമക്കപ്പെടേണ്ടവനാണ്. അവൻ കണ്ണ് താഴ്ത്തി വെച്ച് നടക്കുന്നു. കേൾക്കുന്നതോ പുറകിലും മുമ്പിൽ നിൽക്കുന്നവർ ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കേട്ടുകൊണ്ടാ പോകുന്നത്. അവന്റെ നാവിൽ നിന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവന്റെ കയ്യോ സന്തൂക്ക് ചുമന്നിരിക്കുകയാണ്. കാലോ പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. അവന്റെ ചിന്തയോ നാളെ താൻ ഇതുപോലെ ഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതാ ഫഅലം ബിഅന്നക ബഅദഹാ മഹ്മൂലു. ഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതാ ഫഅലം ബിഅന്നക ബഅദഹാ മഹ്മൂലു. നീ ഒരു ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ ചെറുപ്പക്കാരാ ചിന്തിക്കുമോനെ, അടുത്ത സമയം നീയും ചുമക്കപ്പെടേണ്ടവനാണ്. മയ്യത്ത് ചുമന്നുകൊണ്ടുപോകുമ്പോ നീ ചിന്തിക്കണം, നാളെ ലോഹറിന് ചുമക്കുന്നവൻ ചിന്തിക്കേണ്ടത് അസറിന് ഒരു പക്ഷെ എന്റെ മയ്യത്തായിരിക്കും മറ്റുള്ളവരെ ചുമക്കുക. ആരല്ലാന്ന് കണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും നല്ല ഒരു സൗഭാഗ്യമാണ്. ഒരു മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും അള്ളാഹുവിലേക്ക് ഭയഭക്തിയോടെ ഏകാഗ്രതയോടെ അള്ളാഹുവിലേക്ക് വീക്ഷിക്കുകയാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ. എത്ര പേര് ഇന്ന് അതിനെങ്ങനെ പിൻപറ്റാറുണ്ട്? നമ്മൾ പറയുന്നത് എന്താ? നിങ്ങൾ വിശുദ്ധമായ ഉംറയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ?
വാപ്പ ഇവിടുന്ന് ഹജ്ജിന്റെ ക്ലാസ്സിനും ഉംറയുടെ ക്ലാസ്സിനൊക്കെ വാപ്പായും മോനൊക്കെ ഒരുമിച്ചായിരുന്നു. അല്ലെങ്കിൽ ഭാര്യ ആയിക്കോട്ടെ, ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ പിരിഞ്ഞിരുന്നിട്ടേ ഇല്ല, പിണങ്ങിയിരുന്നിട്ടേ ഇല്ല. ഭാര്യയും ഭർത്താവും കൂടി ഹജ്ജിന്റെ ഉംറയുടെ ക്ലാസ്സിന് പോയി. അതെല്ലാം കഴിഞ്ഞ് നേരെ ഇവിടുന്ന് ഇഹ്റാം കെട്ടി പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി അവിടെ ചെന്നു. ഉംറ കഴിഞ്ഞു, തഹല്ലുലായി, പെട്ടെന്ന് മസ്ജിദ് ആയിഷയെ പോയി, തൻഈമിൽ പോയി, ജഹറാനെ പോയി, ഒക്കെ പോയി, ഹുദൈബിയെ പോയി, എല്ലാ ഭാഗങ്ങളിലും പോയി. അവിടെയൊക്കെ ചെന്ന് ഇഹ്റാം കെട്ടി നല്ല രീതിയിൽ ഉംറയൊക്കെ നിർവഹിച്ച് വരുന്നതിന്റെ തലേ ദിവസം മരണപ്പെട്ടു പോയി ഭാര്യ. ആ ഭാര്യ മരിച്ചുപോയാൽ എന്റെ പൊന്നു ഭർത്താവേ, നിനക്ക് നിന്റെ ഭാര്യനെ തൊടാനുള്ള ഭാഗ്യമില്ല. കാരണം എന്താ? അറബികൾ കൊണ്ടുപോകും. അവർക്ക് അതൊരു പുണ്യമാണത്. കാര്യം എന്താണ്? നിസ്കാരം കഴിഞ്ഞ് വരുന്ന അറബികൾ മയ്യത്തെടുക്കുന്ന സമയത്ത് ഓടി ഒന്ന് തൊടും, 3 ചുവടങ്ങോട്ട് വെക്കും, എന്നിട്ട് തിരിഞ്ഞു വരും. എന്താ കാര്യം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ തബിഅ ജനാസതൻ വഹമലഹാ സലാസ മിറാർ. 3 ചുവട്ടടി മതിമോനെ, 3 ചുവട്ടടി മതിമോനെ. അടുത്തുള്ളവന്റെ മരണപ്പെട്ടു പോയ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോ നീ മയ്യത്ത് ചുമക്കാൻ ആരോഗ്യം നിനക്ക് കാണില്ല. വിഷമിക്കണ്ട, നീ വെറുതെ ഒന്ന് സന്തോക്കിലൊന്ന് പിടിക്കുമോ, ആ ശവമഞ്ചപ്പിൽ നീ ഒന്ന് പിടിക്കുമോ, പിടിച്ചിട്ട് 3 ചുവടൊന്ന് മുന്നിലോട്ട് നീ ഒന്ന് ചവിട്ടുമോ? റസൂലുള്ളാഹി പറയുകയാണ്, ഫഖദ ഖലാ മഅലൈഹി മിൻ ഹഖിഹാ. മയ്യത്ത് ചുമന്നു എന്ന കടമയോട് നീ ബാധ്യതപ്പെട്ടവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടില്ലേ അറബികള് 3 ചുവട് വെച്ചിട്ട് അവർ വീണ്ടും അടുത്തുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. പുണ്യം അവർക്ക് കിട്ടിപ്പോയി. അല്ലാഹുവേ, എത്ര പുണ്യമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഒരു മയ്യത്ത് ചുമക്കുന്ന ഒരാൾക്ക്, മയ്യത്തിനെ അനുഗമിക്കുന്ന ഒരാൾക്ക്, മയ്യത്തുമായി ബന്ധപ്പെട്ട് ശ്മശാനത്തിൽ എത്തുന്നത് വരെ മയ്യത്തുമായി സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവന് എന്ത് പുണ്യമാണ് അല്ലാഹുവേ നീ കൊടുക്കുന്നത്. ആ സമയത്ത് അല്ലാഹു ദാവൂദ് നബിയോട് പറയുകയാണ്, ദാവൂദ് നബിയേ, അവന് മരിച്ചുപോയാ അവന് വേണ്ടി നമസ്കരിക്കാൻ മാലാഖമാര് വരും നബിയേ, മാലാഖമാര് വരും നബിയേ. മയ്യത്ത് കുളിപ്പിക്കുന്ന പുരയിലൊന്ന് കയറിയിട്ട് ഒരു കപ്പ് വെള്ളം കോരി ഒന്ന് ഒഴിച്ചു കൊടുക്ക്. അതല്ലെങ്കിൽ പൊതിയുന്ന സമയത്ത് നീ ചെന്നിട്ട് പതുക്കെ ഒന്ന് തുണിയൊന്ന് പിടിച്ചു കൊടുക്ക്. വേണ്ട, മയ്യത്ത് ചുമന്ന് കൊണ്ടുപോകുമ്പോ അതിന്റെ പിന്നിലൂടെ നീയൊന്ന് നടക്കുമോ? നിനക്കല്ല തരുന്ന പ്രതിഫലം എന്താണ്? നീയും മരിക്കണ്ടേ, ഈ ലോകത്തിനും വിട പറയണ്ടേ. ആ വിട പറയുന്ന സമയത്ത് നിനക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാ അല്ലാഹുവിന്റെ മാലാഖമാര് വരുമെന്ന് മുഖ്ബിറേ സ്വാദിഖുൽ നബി, ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞ, നീ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്ത, നീ മരിക്കുന്ന സമയം നിനക്ക് മലക്കുകൾ വന്ന് നിന്റെ മയ്യത്ത് ചുമക്കും. നിനക്ക് മയ്യത്ത് നിസ്കരിക്കാൻ മലക്കുകൾ ഉണ്ടാകും. ചരിത്രത്തിൽ എത്രയോ ചരിത്ര പുരുഷന്മാർക്കും മലക്കുകൾ മയ്യത്ത് നിസ്കരിച്ച ചരിത്രമുണ്ട്. നമ്മൾ മരിച്ചുപോയാൽ ആരാ വരാൻ? എന്റെ പ്രിയപ്പെട്ടവരെ, ആര് വരും? ഒരു കൂട്ടര് മാത്രം നമുക്ക് വേണ്ടി കരയാനുണ്ടാകും. നമ്മൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അവര് മാത്രം നമുക്ക് വേണ്ടി കരയും. പോരാ, നിസ്കാര പായ കരയണം, നമസ്കാര മുസല്ല കരയണം, തസ്ബീഹുമാല കരയണം, ഓതിയ ഖുർആനിന്റെ ആയാത്തുകളും ഖുർആനിന്റെ പേപ്പറുകളും നമുക്ക് വേണ്ടി കരയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ പ്രവാചകൻ പഠിപ്പിച്ചു എങ്ങനെയാണ് പോകേണ്ടത്. അതുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തിന്റെ അതിന്റെ ക്ലൈമാക്സിലേക്ക് ഞാൻ വരികയാണ്. എങ്ങനെയാണ് മയ്യത്ത് സംസ്കരണത്തിൽ പോകേണ്ടത്? നമ്മുടെ നാട്ടിലൊക്കെ മയ്യത്ത് വണ്ടിയിലാണോ കൊണ്ടുപോകുന്നത്? തങ്ങളെ അത് നടന്നിട്ടെന്നല്ലോ. ദൂരെ നിന്നാണെങ്കിൽ വണ്ടി കൊണ്ടുപോകും, അല്ലെങ്കിൽ നടന്നാ പോകുന്നത്. ഞങ്ങളുടെ നാടുകളിലൊക്കെ നടന്നു പോകും, ദൂരമാണെങ്കിൽ വണ്ടി കൊണ്ടുപോകും, ഇവിടത്തെ പോലെ തന്നെ. പക്ഷേ നടന്നു കൊണ്ടുപോകുന്ന മയ്യത്താണെങ്കിൽ പോലും ചില മിടുക്കന്മാരുണ്ട്, അവര് വണ്ടിയിലേ വരൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹാബാക്കൾ നടന്നു വരുമ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ റസൂലുമൊത്തൊരു ജനാസ യാത്രയിൽ പങ്കെടുത്തു. നബിയും സൗബാൻ തങ്ങൾ പറയാ, ഞാനും പ്രവാചകനും കുറെ സഹാബാക്കളും ഒത്തൊരു മയ്യത്തിന് ചുമന്നു കൊണ്ടുവരുന്ന സമയത്ത് കുറെ ആളുകൾ വാഹനപ്പുറത്ത് കയറി. അന്നത്തെ വാഹനം എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ്, കുതിരയാണ്, കഴുതയാണ്.
അങ്ങനെ വാഹനപ്പുറത്തവര് കയറി വരുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വിവരണമാവുകയാ. നബി തങ്ങൾ പറയുകയാണ്, അലാ തസ്തഹിയോ, നാണമില്ലേ, നാണമില്ലേടാ, നാണമില്ലേടാ. ആരോടാണ് പറയുന്നത്? സഹാബത്തിനോട് പറയുകയാ. മയ്യത്ത് ചുമന്നു കൊണ്ടുവരുന്ന സഹാബത്ത് സൗഭാഗ്യങ്ങളുടെ കൂടെ റസൂലുള്ള നടന്നു വരികയാണ്. പുണ്യപൂമാനെന്ന ലോകത്തിന്റെ നേതാവ് നടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ നേതാവ് ആർക്കാണ്? മുസ്ലിമിനെ മാത്രമല്ലല്ലോ, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും നേതാവ് റസൂലുള്ളാഹിയാ. സംശയിക്കണ്ട. ആ പ്രവാചകൻ നടന്നു വരുന്ന സമയത്താണ് പ്രിയപ്പെട്ടവരെ വിഐപിയും വിവിഐപിയും റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹിയാണല്ലോ ലോകം പടയ്ക്കുന്നതിന് കാരണക്കാരന്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു വരുമ്പോ, സൗഭാഗ്യങ്ങൾ നടന്നു വരുമ്പോ, സഹാബത്ത് നടന്നു വരുമ്പോ, കുറെ ആളുകളെ വാഹനപ്പുറത്ത് കയറി വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് റസൂലുള്ള ചോദിക്കുകയാണ്, അലാ തസ്തഹിയോ, നാണമില്ലേ, നാണമില്ലേ? ഇന്ന മലായികത്തല്ലാഹി അലാ ഖദാമിഹിം, അല്ലാഹുവിന്റെ മലക്കുകൾ നടന്നു വരികയാ, അല്ലാഹുവിന്റെ മാലാഖമാര് നടന്നു വരികയാ. വന്തും അലാ ളുഹൂരി ദവാബ്, മാലാഖമാര് നടന്നു വരുമ്പോ നിങ്ങൾ വാഹനപ്പുറത്ത് കയറി വരുന്നു മനുഷ്യര്. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നടന്നു വരുമ്പോ നിങ്ങൾ വാഹനപ്പുറത്ത് കയറിയിട്ടാണോ വരുന്നത്? പാടില്ല. അതുകൊണ്ട് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ റസൂലുള്ളാഹി പറയുമ്പോ നബി തങ്ങളെന്ന് പറഞ്ഞാ പിന്നെ രണ്ടഭിപ്രായമില്ല. പള്ളിയിലെ ഇമാമ പറഞ്ഞ ആറഭിപ്രായമായി, പള്ളിയിലെ ഇമാമ പറഞ്ഞാൽ ആറഭിപ്രായമായി. ഇന്ന് പള്ളിയിരിക്കുന്ന ഇമാമിനെ കണ്ടാൽ അറിയാമ മഹല്ലത്തിൽ ഏത് സംഘടനയാണ് കൂടുതലുള്ളതെന്ന്. മെഹ്റാബിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടർ നോക്കിയാറിയാ ഈ മഹല്ലത്ത് ഏത് സംഘടനയുടെ അണ്ടറിലാണെന്ന്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി ഒന്ന് പറഞ്ഞ അതിനെ എതിർത്തെന്ന് പറയാൻ ഒരു സഹാബിയും മുന്നിടൂല, ഒരു സഹാബിയും മുന്നിലേക്ക് വരൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാണമില്ലേ, നാണമില്ലേ, നാണമില്ലേ? ഇത് കേട്ടപ്പോൾ ആ സഹാബത്ത് ചാടി ഇറങ്ങുകയാണ്. എന്റെ സഹോദരങ്ങളെ, മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നടന്നു വരികയാ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നടക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അറിയുമല്ലോ. റസൂലുള്ളാഹി ജനാസ ചുമന്നുകൊണ്ട് വരികയാണ്. നബി തങ്ങളെ നോക്കുന്ന സഹാബത്തിനെ കാണാൻ കഴിഞ്ഞത് സുബ്ഹാനല്ലാഹ്, പുണ്യനബി തള്ളവിരല് നിലത്തൂന്നിയിട്ട് നടന്നു വരികയാ. തള്ളവിരല് നിലത്തൂന്നിയിട്ട് റസൂലുള്ള നടന്നു വരികയാണ്. പെങ്ങളെ, അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് വേണ്ടേ? പെങ്ങളെ, നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം വേണ്ടേ? തള്ളവിരല് നിലത്തൂന്നിയിട്ട് റസൂൽ നടക്കുകയാണ്. ആരുടെ ജനാസയാ ചുമക്കുന്നതെന്നറിയോ? മഹാനായ അൻസാരികളുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ചുമക്കുമ്പോ റസൂലുള്ള തള്ളവിരല് നിലത്തൂന്നിയിട്ട് വരികയാണ്. ചോദിച്ചു, നബിയെ, കാര്യമെന്താ? നബി തങ്ങൾ പറയുന്നു, സഹാബത്തെ, മലക്കുകൾ ഇറങ്ങി വന്ന് ചുമന്നതിനാ, മലക്കുകളാ മയ്യത്ത് ചുമന്നുകൊണ്ട് വന്നതിനാ എനിക്കും നടക്കാൻ സ്പേസ് ഇല്ല, സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഉള്ള സ്ഥലത്ത് നെറ്റാ തള്ളവിരൽ ഊന്നിയിട്ട് വന്നതാണ്. ഉള്ള സ്ഥലത്ത് ഞാൻ തള്ളവിരൽ നിലത്തൂന്നിയിട്ട് വന്നതാണെന്ന് പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നവരെ അല്ലാഹുവിന്റെ മാലാഖമാര് അവന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാം. അവന്റെ മയ്യത്ത് ചുമക്കുമ്പോ നടന്നു വരികയാണ് കാൽനടയായി. അല്ലാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, സഹാബത്തിനോട് ചോദിക്കുകയാണ്. നേരെ സുബഹിയായിട്ടേ ഉള്ളൂ, നിസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്താണ് നബി തങ്ങൾ ചോദിച്ചു, സഹാബത്തെ, ഇന്ന് നോമ്പുകാരാരാ ഉള്ളത്? ഞാനുണ്ട് നബിയെ. സിദ്ദീഖ് എഴുന്നേറ്റു. ഇന്ന് ആരാണ് ഭക്ഷണം ആരോഗ്യം സന്ദർശിച്ചതാരാ? ഞാനുണ്ട് നബിയെ, ഞാനുണ്ട് നബിയെ. സിദ്ദീഖ് പറഞ്ഞു. മൂന്നാമത് റസൂൽ ചോദിക്കുന്നു, ഇന്ന് ആരാണ് മിസ്കീന് ഭക്ഷണം കൊടുത്തത്? ഞാനുണ്ട് നബിയെ, ഞാനുണ്ട്. സിദ്ദീഖ് മറുപടി കൊടുത്തു. നാലാമത് നബി തങ്ങൾ ചോദിച്ചു, ഇന്നാരാ ഏതെങ്കിലും ഒരു മയ്യത്തിനെ
നമസ്കരിച്ചത്. ഞാനുണ്ട് നബിയെ. സിദ്ദീഖ് എഴുന്നേറ്റപ്പോൾ ആദരവായ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ? പഠിച്ചു വെച്ചോ എന്റെ കാങ്കോൽ നിവാസികള്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാരെ, പഠിച്ചു വെച്ചോ. ഒരു ദിവസം ആരെങ്കിലും നോമ്പുകാരനായി എഴുന്നേറ്റ് വന്ന, അന്ന് തന്നെ ഏതെങ്കിലും മിസ്കീന് ഭക്ഷണം കൊടുത്ത, അന്ന് തന്നെ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശനം നടത്തിയ, അന്ന് തന്നെ ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ ഒരാള് പോയി കഴിഞ്ഞാൽ 24 കോടി ഒരുമിച്ച് കൂടുന്നവനെ, 24 കോടി ആരൊരാളിൽ ഒരുമിച്ച് കൂടുന്നുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മജ്തമഅന ഫിംദീന് ഇല്ലാ ദഖലൽ ജന്ന. അവന് സ്വർഗമുറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെ നമ്മളെ നരകത്തിലാക്കിയാൽ, ആരെ നമ്മളെ നരകാവകാശി എന്ന് വിളിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ അശ്റത്തുൽ മുബശ്ശിരീങ്ങളെ പറ്റി നമ്മൾ വാചാലമാകുന്നത് അവരോട് സ്വർഗത്തിൽ പോകാൻ റസൂലുള്ളാഹി പാസ് കൊടുത്തെന്നല്ലേ? എന്നാൽ കണ്ണൂർ ജില്ലയിലെ കാങ്കോൽ നിവാസികള്, നിങ്ങളോടും അല്ലാഹുവിന്റെ റസൂല് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഈ പ്രസംഗിക്കുന്ന എന്നോടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാനും നിങ്ങളും സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടവരാണ്. പക്ഷേ ആരൊരാൾ ഈ 4 കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ചെയ്യുന്നുവോ, ഒരു ദിവസം നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും അഗതികളൊക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാ, അന്ന് ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടുപിടിച്ചിട്ട് അവനെ ഒന്ന് സന്ദർശിച്ച, ആ ദിവസത്തിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ട മരണ വീട്ടിലൊന്ന് പോയി കഴിഞ്ഞാ റസൂലുള്ളാഹി പറയുന്നു, ദഖലൽ ജന്ന. അവന് സ്വർഗമുറപ്പാണേ, സ്വർഗമുറപ്പാണേ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് മുൻഗാമികൾ ഓടി നടന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ 2 കരങ്ങൾ നീട്ടിയിട്ട് സ്വർഗം തരികയാണ്. വാങ്ങൂ പ്രിയപ്പെട്ടവരെ, വാങ്ങൂ സഹോദരങ്ങളെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ.